ശാശ്വതമാവൻ പാർപ്പിടുമോ ഭൂമിയെ, ശാശ്വതമാവൻ പാർപ്പിടുമോ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ നൽകിയല്ലോ. ഇന്ന് രാത്രിയിലെ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കീഴിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാൻ കൃപ നൽകിയല്ലോ. നമുക്കെല്ലാം അറിയാവുന്ന മനോഹരമാകുന്ന ഗാനങ്ങൾ കരങ്ങൾ ചേർത്തടിച്ച് അതരങ്ങളെ തുറന്ന് തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം അസനമേ എന്നുള്ള മനോഹരമാകുന്ന പാട്ടിൻ്റെ വരികൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം.
യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ യേശുവിൻ പൊന്നു കാണും കാലമേൽക്കും വസന്തമേ യേശുവിൻ പൊന്നു കാണും കാലമേൽക്കും വസന്തമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ ആനന്ദദായകനായി നീ കണ്ടിടുമ്പോൾ ആനന്ദദായകനായി നീ കണ്ടിടുമ്പോൾ എന്റെ എനിക്കാനന്ദായുധം എന്റെ എനിക്കാനന്ദായുധോ യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും കാലമേൽക്കുന്ന വസന്തമേ യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും കാലമേൽക്കുന്ന വസന്തമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ വചന നാടകീയ ശാശ്വതമാവില്ലേ സേവകരല്ലോ വചന നാടകീയ ശാശ്വതമാവില്ലേ സേവകരല്ലോ ഞാൻ സ്തുതിച്ചിടും ഞാൻ സ്തുതിച്ചിടും യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും കാലമേൽക്കും വസന്തമേ യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും കാലമേൽക്കും വസന്തമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ ഈ മണ്ണിൽ എന്റെ കൈശം അല്പകാലം ഈ മണ്ണിൽ എന്റെ കൈശം അല്പകാലം നിത്യം തേജസ്സേ ഘനമാനവേ ഫലമിന്ദ്രിയനോ നൽകിടും നിത്യ തേജസ്സേ ഘനമാനവേ ഫലമിന്ദ്രിയനോ നൽകിടോ തേജസ്സീശുവിൻ പൊന്നുകൾ ഞാൻ കാണും കാലമേൽക്കും തേജസ്സീശുവിൻ പൊന്നുകൾ ഞാൻ കാണും കാലമേൽക്കും അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ അതിനാനന്ദമേ അതിൽ പ്രത്യാശേ പ്രഭാതമേ ഭാഗ്യമേ ജീവിതത്തിൽ പ്രാണത്തിലേ ഭാഗ്യമേ ജീവിതത്തിൽ അവരുടെ ഉപവിധി കാത്തിടും അനധികത്തിനെ ചേർത്തിടും അവരുടെ ഉപവിധി കാത്തിടും അനധികത്തിനെ ചേർത്തിടും യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും കാലമേൽക്കും വസന്തമേ യേശുവിൻ പൊന്നുകൾ ഞാൻ കാണും
കാലമേക്ക് സെന്നാമി അതിനാശേ അതിനാനന്ദമേ അതിനാശി പ്രഭാതമേ അതിനാശേ അതിനാനന്ദമേ പ്രഭാതമേ തേജസ്വിയേശു തേജസ്വിയേശു സെന്നാമി അതിനാശി അതിനാനന്ദമേ അതിനാശി പ്രഭാതമേ അതിനാശി അതിനാനന്ദമേ അതിനാശി പ്രഭാതമേ ചമത്കാല മാത്രം ആയുധോ ഈ മന്ദിരത്തിൽ ചമത്കാല മാത്രം ആയുധോ നിത്യതേജസ്സേ ഘനമാനദി അലവിൽ പ്രിയനോ നൽകിടോ നിത്യതേജസ്സേ ഘനമാനദി അലവിൽ പ്രിയനോ നൽകിടോ തേജസ്സേ യേശുവിൻ മുഖജ്ഞാനോ കാലമേക്കും അസന്നാമി തേജസ്സേ യേശുവിൻ മുഖജ്ഞാനോ കാലമേക്കും അസന്നാമി അതിനാശേ അതിനാനന്ദമേ അതിനാശേ പ്രഭാതമേ 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 അതിനാശേ അതിനാനന്ദമേ അതിനാശേ പ്രഭാതമേ
ഇന്ന് രാത്രി കാല ദൈവസന്നിധിയിൽ ചില പാട്ടിന്റെ വരികൾ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. ആരാധനയാണ് ബന്ധനം അടിയുന്നത്, ആരാധനയാണ് കെട്ടുകൾ അടിയുന്നത്, ആരാധനയാണ് അടയപ്പെട്ട വാതിൽ തുറക്കുന്നത്. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ ഓർക്കുക, വാതിൽ തുറന്നിട്ട് ആരാധിക്കാമെന്നല്ല പറഞ്ഞത്, കയ്യിലെ കാലിലെ കെട്ട് അഴിഞ്ഞിട്ട് ആരാധിക്കാമെന്നല്ല പറഞ്ഞത്, സാഹചര്യം അനുകൂലമാകുമ്പോൾ ആരാധിക്കാനല്ല പറഞ്ഞത്. അവർക്ക് മനസ്സിലായി, ദൈവത്തെ ഞങ്ങൾ പാടി സ്തുതിക്കുമ്പോൾ, ഞങ്ങളെ ആയസ്സോടെ ഭൂമി നിർത്തിയ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ, ഞങ്ങളുടെ ആരാധനയ്ക്കെതിരെ ആരാണോ ചങ്ങല ഒരുക്കിയത്, ആരാണോ തടവറിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്, അവരുടെ മുമ്പിൽ തുറക്കാത്ത വാതിൽ ആരാധന പിന്നിൽ തുറക്കുമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഈ ആരാധന അന്തരീക്ഷത്തിലൂടെ വെളിപ്പെടുമ്പോൾ, ദൈവശക്തി ഈ ആലയത്തിനകത്ത് വെളിപ്പെടുമ്പോൾ, നീ അറിയാതെ പുറത്തു വരാതെ ചില ലോക്കുകൾ നിനക്ക് നേരെ ഉയർന്നുവെങ്കിൽ, ചില വാതിലുകൾ ശത്രു കൊട്ടി അടച്ചുവെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിനെ ഞാൻ ഭൂത വിളിച്ചു പറയാ, ആരാധിക്കുവാൻ തയ്യാറായ, നിലവിളിക്കുവാൻ തയ്യാറായ, ആത്മ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായ, ഇന്ന് രാത്രി കാലം നിനക്ക് തുറക്കുവാൻ കഴിയാത്തത്, നിനക്ക് അഴിക്കുവാൻ കഴിയാത്തത്, നിനക്ക് പൊട്ടിക്കുവാൻ കഴിയാത്തത്, ഇന്ന് പകലക്കാലം ആരാധനയ്ക്ക് ചിലതിന് ഇന്ന് പകലക്കാലം പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഇന്നലെ കാരാഗ്രഹത്തിനകത്ത് നിലവിളി നടന്നു, ഇന്നലെ കാരാഗ്രഹത്തിനകത്ത് അസഭ്യമാക്കുമ്പോഴേക്കും, പക്ഷേ ആരാധിക്കുന്ന രണ്ടുപേര് അതിനകത്ത് ആരാധിക്കുവാൻ തുടങ്ങിയപ്പോ ആ സാഹചര്യങ്ങൾ ദൈവം എടുത്തു മാറ്റിയെങ്കിൽ, ഇന്നലെ ഉയരാത്ത ചില ദൈവശബ്ദ കാരാഗ്രഹത്തിനകത്ത് ഉയർന്നുവെങ്കിൽ, ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി നാം ഇവിടെ പാടി ആരാധിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ, ഇന്ന് രാത്രി കാലം ചിലതിനെ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റും. നാം എല്ലാം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകുക. ആർക്കെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്ക് ചേർന്നിരിക്കുന്നത് തെറ്റില്ല. ഇല്ല, എനിക്ക് നിന്റെ ദൈവത്തെ ആരാധിക്കുവാൻ ആരോഗ്യം എനിക്കുണ്ട്, എനിക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാമെന്ന ബോധ്യമുള്ളവർ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പഴയ പാട്ടിന്റെ വരികൾ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഭക്തന്റെ വരികൾ ഇങ്ങനെയാണ്: മണ്ണിൽ ഉറങ്ങുന്ന ശുദ്ധന്മാർ കാഹളം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടമേ, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും ഞാൻ കർത്താവുതൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോട് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ എത്രയോ സന്തോഷമാണ്, മധ്യാകാശത്തിൽ എത്രയോ പ്രത്യാശയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആ പാട്ടിന്റെ വരികൾ ചേർന്ന് പാടി, കരങ്ങളെ അടിച്ച് അധരങ്ങളെ തുറന്ന് നമ്മുടെ ദൈവത്തെ ഇന്ന് രാത്രികാലം ആരാധിക്കാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം.
Vetendu santosame, vetendu santosame, vetendu santosame navavate. Katavudatyam Jagatudo, Vedhanadivadhuda Shaktudo. Katavudatyam Jagatudo, Vedhanadivadhuda Shaktudo. Sukhatini Kiram Idampu, Sukhatini Kiram Idampu. Yate Sambhutame, 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 Yate Sambhutame, Sambhutame, Mandilugi Tashuti Madhar, Navina Madhar Nikumavati. Mandilugi Tashuti Madhar, Navina Madhar Nikumavati. Metamuya Tuani Chedilu, Metamuya Tuani Chedilu. Virata Sambhutame, Virata Sambhutame, Virata Sambhutame, Virata Sambhutame, Virata Sambhutame, Virata Sambhutame, Katavudatyam Virathadudo, Vedhanadivadhuda Shaktudo. Katavudatyam Virathadudo, Vedhanadivadhuda Shaktudo. Sakhatini Kiram Idampu, Sakhatini Kiram Idampu. Yate Sambhutame, Sambhutame, Sambhutame Jnanashati. Yate Sambhutame, Sambhutame, Sambhutame Jnanashati. Jivanoni Purile Achuta, Udhamera Vikramadera. Jivanoni Purile Achuta, Udhamera Vikramadera. Girasara Todu Todu, Girasara Todu Todu. Vidula Kapu, Vidula Kapu, Vidula Kapu, Vidula Vidula Kapu, Vidula Kapu, Vidula Kapu, Vidula. Katavudatyam Virathadudo, Vedhanadivadhuda Shaktudo. Katavudatyam Virathadudo, Vedhanadivadhuda Shaktudo. Sakhatini Kiram Idampu, Sakhatini Kiram Idampu. Yate Sambhutame, Sambhutame, Sambhutame Jnanashati. Yate Sambhutame, Sambhutame, Sambhutame Jnanashati. Punyati Kalyanamati Vinati, Sandikateyanu Vishuddha Sabha. Punyati Kalyanamati Vinati, Sandikateyanu Vishuddha Sabha. Hari Hari Kulinga Tumata, Hari Hari Kulinga Tumata. Yate Sambhutame, Sambhutame, Sambhutame Navavate. Yate Sambhutame, Sambhutame Navavate. Katavudatyam Virathadudo, Vedhanadivadhuda Shaktudo. Katavudatyam Virathadudo, Vedhanadivadhuda Shaktudo. Sakhatini Kiram Idampu, Sakhatini Kiram Idampu. Yate Sambhutame, Sambhutame, Sambhutame Jnanashati. Yate Sambhutame, Sambhutame, Sambhutame Jnanashati. Yate Sambhutame,
ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി പൊളിയുന്ന രാത്രിയായി മാറട്ടെ. ദൈവസഭ ഇന്ന് രാത്രിക്കാലം ജയിക്കുന്ന രാത്രിയായി മാറട്ടെ. ആരാധിക്കുന്ന ഇന്ന് രാത്രിക്കാലം ജയത്തിന്റെ കൊടി ഉയർത്തുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രിക്കാലം സാധാരണ കോട്ടകൾ പരാജയപ്പെടുന്ന രാത്രിയായി മാറട്ടെ. സുവിശേഷത്തിന്റെ കൊടി ഇന്ന് രാത്രിക്കാലം ഉയർത്തുന്ന രാത്രിയായി മാറട്ടെ. ശത്രു പറയും എല്ലാം അടഞ്ഞു. ശത്രു പറയും ഇനിയും പോകുന്നില്ല. ദേശം പറയും കുടുംബം അസ്തമിച്ചെന്ന് പറയുമ്പോ ആരാധിക്കുന്നവർക്കറിയാം ഞാൻ തളരുകയല്ല. ഈ ആരാധനയിലൂടെ ഞാൻ ശക്തിയോട് പുറത്തു വരുന്ന സന്തോഷമുടിപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. ശാപത്തിന്റെ രാത്രിയല്ല ഇന്ന് രാത്രിക്കാലം ഒരു ജയത്തിന്റെ രാത്രിയായി മാറട്ടെ. ശത്രുവിന്റെ വായെ അടയ്ക്കുന്നവൻ എനിക്ക് മുമ്പേ ശത്രു പാറയിൽ എങ്കിലും നിന്നോട് അടിച്ചു വരത്തില്ല. കാരണം നീ ദൈവങ്ങളെ ചതിക്കുന്നതുകൊണ്ട്, നീ ദൈവത്തിൽ ആശ്വാസം വെക്കുന്നതുകൊണ്ട്, നിന്റെ മുൻപടയായി പിൻപടയായി ദൂതന്മാരുടെ സംരക്ഷണം നിനക്ക് ചുറ്റുമായി പാളയമറിയുന്നുകൊണ്ട് ഒരു ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. അവർ ഒരു വലിയ
വീട്ടിനൊക്കെ വെളിയിലായിരിക്കാം, നാട്ടിനൊക്കെ വില കൽപ്പിച്ചിട്ടില്ലായിരിക്കാം, സഭയ്ക്കകത്തിനോ വേഗത മതുപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലോ ഇന്ന് രാത്രികൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആരും വിലയില്ലാതെ ആർക്കും വേണ്ടാത്ത ചിലതിനെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരെ പണിതെടുക്കുന്ന രാത്രിയാണ്. ഈ വെള്ളത്തിൽ കൂടെ കടന്നുപോയാലോ അതിനെ മുങ്ങിക്കളയില്ല, നീയുടെ കടന്നുപോയാലോ നീ നിന്നെ ലഭിപ്പിച്ച് കളയില്ലെങ്കിൽ ഈ വെള്ളത്തിന് കീഴെയല്ല അതിന്റെ കീഴെയാണ് ഇന്ന് രക്ഷിക്കാനും പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുവാൻ ദൈവികം അവരുടെ താടിയിലൂടെ അത് ശരീരത്തിന്റെ അവയവങ്ങൾ ഇത് രാത്രികാലം മുതൽ ശിരസ് വരെയോ അവരുടെ പകർന്ന അഭിഷേകം ഒലിച്ചിറങ്ങിയത് ഇന്ന് രാത്രികാലം ശിരസിൽ മാത്രമല്ല അഭിഷേകം ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ വെച്ച് ഈ അഭിഷേകം ഇന്ന് രാത്രികാലം പൊതിയുന്ന രാത്രിയായി മാറട്ടെ. രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഞങ്ങൾ ചുരുക്കം പേരല്ല ഈ ആലയത്തിനകത്ത് ഞങ്ങളുടെ കൂടെ ദൂതന്മാരുണ്ട്. ഇന്ന് രാത്രികാലം ആരാധിക്കുക 24 മണിക്കൂർ ഇന്ന് രാത്രികാലം സിംഹാസനത്തിന് മുമ്പേ കവണ് വീണുകൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് 24 മണിക്കൂറും ആരാധിക്കുന്ന ദൂതസഖ്യങ്ങൾ ഇന്ന് രാത്രികാലം ഈ ആലയത്തിനകത്ത് ഈ ആരാധനകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാല ദൈവത്തിന് ആരാധന കൊടുക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്ന് രാത്രികാലം ശത്രു എത്ര വലിയ പദ്ധതി ഒരുക്കിയാലും എന്തെല്ലാം തന്ത്രമൊരുക്കിയാലും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം തന്നെ പുറത്തു കൊണ്ടുവരും. യാക്കോബിന്റെ തല പത്രോസിന്റെ തല വെട്ടുവാൻ വേണ്ടി നോക്കിയിരുന്ന ഹേരോദാവ് രാജാവ് കൂട്ടര് പ്രഭാതത്തിൽ ഭക്തന്റെ തല വെട്ടി മാറ്റണമെന്ന ആഗ്രഹത്തോടെ ഇരുന്നപ്പോൾ പ്രഭാതം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അന്ന് രാത്രി ദൈവത്തിന്റെ പദ്ധതിയെ ശത്രുവിന്റെ പദ്ധതിയെ പൊളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവന്റെ പദ്ധതിയെ ദൈവം നിറവേറ്റിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? നിന്റെ കുടുംബം അസ്തമിക്കുക, നിന്റെ തലമുറ വഴിയാധാരമായി നിൽക്കുക, നിന്റെ ദേശത്തെ നീ പരസ്യ കോലമാക്കാതെ ദൈവം ഒരു രാത്രി നിനക്ക് വേണ്ടി ഉയർന്നു പ്രവർത്തിച്ചാൽ ശത്രുവിന്റെ പാളയത്തെ ഇന്ന് രാത്രി ഇങ്ങനെ തകിടമറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ സ്വപ്നത്തെ ദൈവം വെളിപ്പെടുത്തുവാൻ സമർത്ഥനാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? പൗലോസിനോട് ചോദിച്ചാൽ പറയൂ, മരിക്കുന്നതും ജീവിക്കുന്നതും ക്രിസ്തുവിൽ ലാഭമാ എന്ന് ചോദിച്ചാൽ ഈ പ്രായമേറിയ നന്മയില്ലാതെ ഒരു തിന്മയും ചെയ്യാത്ത ദൈവത്തെ എനിക്ക് എവിടെ തള്ളി പറയുവാൻ കഴിയും? 8-ാം മാസം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ആരോഗ്യ ദൈവം നമുക്ക് തന്നപ്പോൾ എങ്ങനെ അവനെ സ്തുതിക്കാതിരിക്കൂ? എങ്ങനെ അവനെ മുഖത്തപ്പെടുത്ത
ഉയർത്താതിരിക്കോ? എങ്ങനെ നാമത്തെ ഉയർത്താതിരിക്കോ? അവൻ ചെയ്തത് നോക്കപ്പെട്ടു. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ മേലിരിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട് ആ നാമത്തെ ഉയർത്തുന്നതിൽ, ആ നാമത്തെ ആരാധിക്കുന്നതിൽ, ആ നാമത്തെ ഈ പട്ടണത്തിൽ ദൈവത്തെ ഉയർത്തി കാട്ടുന്നതിൽ ഇന്ന് രാത്രി ഞാൻ എത്രയോ ധന്യമാ. ഇന്ന് രാത്രി കരങ്ങൾ ചേർത്തടിച്ച് അധരങ്ങളെ തുറന്ന് നാം ദൈവത്തെ ആരാധിച്ചു. ഇനി കരങ്ങൾ ചേർത്തടിക്കേണ്ട, അധരങ്ങളെ തുറന്ന് ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് എത്ര പേർക്ക് ഇന്ന് രാത്രികാലം പറയുവാൻ കഴിയോ, ഇനി ഞാൻ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാ, ഇനി ഞാൻ ഓടുന്നത് കർത്താവിന് വേണ്ടിയാ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, എന്റെ സമൂഹത്തിന് വേണ്ടി ജീവിച്ചു. പക്ഷേ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്, ഇന്ന് രാത്രി നീ മരിച്ചാൽ എന്റെ നിത്യത എവിടെ ചിലവഴിക്കും? കർത്താവിനോട് കൂടിയ നിത്യ നരകത്തിലോ? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ജീവിക്കാം, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാം, കർത്താവിന് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിന്റെ വരികൾ കരങ്ങളടിക്കേണ്ട, അധരങ്ങളെ തുറന്ന് നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ആ കർത്താവിനെ ക്രൂശിനെ ദർശിച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ വരികൾ പാടിയതിനു ശേഷം പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വെച്ചേതു രക്ഷകനാൽ, അന്യശ്വാസം വരെയും ജീവൻ വെച്ചേതു രക്ഷകനാൽ, അന്യശ്വാസം വരെയും ജീവനൻ യേശുവിൽ, ജീവനൻ യേശുവിൽ. എല്ലാ മധുരങ്ങളും തുറന്ന് പാടുമ്പോൾ നാട്ടിൽ ഞാനും തീരുമ്പോൾ ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കേറെ നാട്ടിൽ ഞാൻ എത്തിയിരുമ്പോൾ ശുദ്ധപാലിന്റെ കടൽ തീരത്ത് യേശുവിൽ കൊണ്ടുവരും യാത്ര ചെയ്യും ഞാൻ ക്രൂശിനോട്, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വെച്ചേതു രക്ഷകനാൽ, അന്യശ്വാസം വരെയും അപ്പാ ജീവൻ വെച്ചേതു രക്ഷകനാൽ, അന്യശ്വാസം ലോകമാഗംഭീര ലോകമാഗംഭീര വാരിധി വിശ്വാസത്തിൽ ഓടിയിട്ട് ലോകമാഗംഭീര വാരിധി വിശ്വാസത്തിൽ ഓടിയിട്ട് നിത്യാവീടുന്നുണ്ട് വീടെത്തി ഭക്തനോടുകൂടി വിശ്വതി യാത്ര ചെയ്യും ഞാൻ ക്രൂശിനോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വെച്ചേതു രക്ഷകനാൽ
അന്ത്യശ്വാസം വരെയോ ജീവൻ വെച്ചേടൂ അന്ത്യശ്വാസം ഇന്ന് രാത്രി കാലം ലഭിക്കുന്ന സമയങ്ങൾ, ലഭിക്കുന്ന ആയുസ്സുകൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ പ്രത്യാശയോടെ ഓടിയതും അധ്വാനിച്ചതും കൊടുത്തതും നിന്നതും ഒന്നും നഷ്ടമായി മാറാതെ കർത്താവിന്റെ വരവരെയും മരണം വരെയും വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് ലക്ഷ്യത്തോടെ പ്രത്യാശയോടെ ഓടാ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാം വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ആരാധന കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സത്യവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് രാത്രി ചുരുക്കം പേർക്കായി ദൈവത്തിന്റെ രാജ്യപ്പാൻ കൃപ നൽകിയല്ലോ. വിശേഷ ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്ന വാത്സല്യ ആന്റിയെ ഞാൻ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ സൺഡേയിലെ പ്രിയ ബ്രദറുമായുള്ള മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ നമുക്കെല്ലാമായിരിക്കാൻ കൃപ നൽകി. അതിനുശേഷം വീട്ടിൽ ചെന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ദൈവദാസന്മാരോട് പറഞ്ഞ വാക്ക് മാനിച്ച് ഇന്ന് രാത്രികാലം കടന്നു വന്ന പ്രിയ ആന്റിയെയും കുടുംബത്തെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ പട്ടണത്തിൽ യാദൃശ്യമല്ല നമ്മൾ വന്നത്. ഇതുപോലെ ഒറ്റപ്പെട്ടവർ, തകർന്നവർ, ആരും ശ്രദ്ധിക്കാത്തവരെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കും. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വലിയ പദ്ധതി, വലിയ ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്യുന്നവർക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടുത്തെ മീറ്റിങ്ങിനെ കുറിച്ച് തൊട്ടടുത്താണ് ഇവർ താമസം, ഇവർ അറിഞ്ഞിട്ടില്ല. ജോമനച്ചൻ മുഖാന്തരമാണ് ആ കുടുംബം അറിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മീറ്റിങ്ങിനെ കുറിച്ച് അടുത്ത ദിവസങ്ങളൊക്കെ പത്രമാധ്യമത്തിലൂടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവിടുത്തെ പത്ര ഏജൻസിയായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അടുത്ത ആഴ്ചകൾ തൊട്ട് നോട്ടീസുകൾ, മറ്റു കാര്യങ്ങളൊക്കെ 1000 നോട്ടീസെങ്കിലും പത്രത്തിലൂടെ പല വീടുകളിൽ അതെത്തിക്കുവാൻ ക്രമീകരണങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കർത്താവ് ചിലരെ ഐക്യപ്പെടുവാൻ ഇവിടുത്തെ മീറ്റിംഗ് ശൂന്യതകൾ നമ്മുടെ ജീവിതത്തിൽ നിറവായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം അതിന് വിടുന്ന ക്രമീകരണങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് ഞാൻ സഭയിൽ പ്രസംഗിച്ച പ്രസംഗം ഇതാണ്: തനിച്ചു മാർക്കുന്ന ജനം ജാതികളുടെ കൂടെ എണ്ണപ്പെടുന്നില്ല. ഒരു വേർപെട്ട ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരുമായി കലർന്നു പോകുന്നതല്ല. ലോക മനുഷ്യരും ഓർക്ക ദൈവജനവും ഒന്നിച്ച് കലർന്നു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് വേറിട്ട ജീവിതമാണ്. അവർക്ക് പ്രമാണമുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഓർക്ക നിൽക്കുവാനോ ഇരിക്കുവാനോ അതുപോലെ തന്നെ നടക്കുവാനോ എല്ലായിടത്തും പറ്റില്ല. 1-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് ഒരു വേർപാടുണ്ട്. ദൈവമില്ലാത്തവന് പ്രമാണമില്ലാതെ അവന് എവിടെയും നിൽക്കാം, എവിടെയും ഇരിക്കാം, എവിടെയും കിടക്കാം, എവിടെയും എങ്ങനെയും ആയിരിക്കാം. പക്ഷേ തനിച്ചു പാർക്കുന്ന ജനത്തിന് അത് ഒരിക്കലും പറ്റില്ല. അവരെ പറയുന്ന പേരാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ പെന്തക്കോസിന്റെ അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നാം വേറിട്ട് നിൽക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: MLA-യോ MD-യെ കാണുവാനല്ല. വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ സുന്ദരനായിരിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ അനേക വിശുദ്ധന്മാർ കല്ലറകളെ ഭേദിച്ച് ലോകത്തിന് 5 വരകളിലുള്ള അനേക ദൈവമക്കൾ ഈ കണക്കെ പറക്കുമ്പോൾ വേർപെട്ട് നിൽക്കുന്ന ചിലർ ഈ കണക്കെ പറന്നുയരുമെന്ന് അകത്ത് പ്രത്യാശയാണ് എന്നെയും നിങ്ങളെയോ ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് കൊണ്ടെത്തിക്കുവാനിടയായി മാറിയത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ പ്രത്യാശയോടെ അവന്റെ കാൽക്കലിരിക്കുവാൻ, അവന്റെ സാന്നിധ്യം ചുമക്കുവാൻ, അവന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മളോട് കൃത്യമായി ഇടപെടുവാൻ, കൃത്യമായി നമ്മളോട് സംസാരിക്കുവാൻ വളരെ പ്രതീക്ഷയോടെ നാം തിരുസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷകൾക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു. അതിന് എലീശ, ഞാൻ സേവിച്ച
ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല. ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീഴും. നിങ്ങൾ കാറ്റു കാണുകയില്ല, വഴിയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയ്ക്കും. ഇതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി കൈമാറുവാൻ ദൈവം എന്റെ പക്കൽ തന്ന ദൈവവചനം. ഇന്ന് രാത്രികാലം യഹോശാഫാത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ഭക്തനാണ്. യഹോശാഫാത്തിന്റെ മുഖത്തെ ദൈവം ആദരിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ഇവിടെ ഏലീശ പറയുകയാണ്, അവിടെ 14 വാക്യം ഇങ്ങനെ ഒന്നുകൂടെ വായിക്കണം. അതിന് ഏലീശ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല, ഞാൻ നിന്നെ നോക്കുകയോ. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം, 3:11. എന്നാൽ നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ല എന്ന് ചോദിക്കുക. മതി. യഹോശാഫാത്ത് ദൈവമുഖം അന്വേഷിക്കുന്നവനായിരുന്നു. 2 അവൻ രാജാവായിരുന്നു. ഏലീശ പ്രവാചകൻ പറയുകയാണ്, ദൈവമുഖത്തേക്ക് നോക്കുന്ന ഈ രാജാവിനെ യഹോശാഫാത്തിന്റെ മുഖം ദൈവം ആദരിച്ചില്ലെങ്കിൽ ആരുടെ മുഖമാണ് ദൈവം ആദരിക്കുന്നത്? ഈ 8-ാം മാസം ഈ വിശുദ്ധ ആരാധനയുടെ രാവിലത്തെ സെക്ഷൻ എല്ലാം നമ്മൾ പല ചർച്ചകളിൽ കൂടി ഒന്നിച്ച് ഈ ഹോളിന്റെ അകത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അകത്തുറോ ഉറപ്പുണ്ട്, ദൈവമുഖം അന്വേഷിക്കുന്ന എന്റെ മുഖത്തെ ദൈവം ആദരിച്ചില്ലെങ്കിൽ ആരുടെ മുഖത്തെയാണ് ദൈവം ആദരിക്കുന്നത്? ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? 66 പുസ്തകം ഇന്ന് രാത്രിക്കാലം ആറോട് ചേർത്ത് പിടിച്ചു. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് മുകളിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന് അകത്തു നിശ്ചയമുള്ള ഞാനും നിങ്ങളും ദർശിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കുന്ന എന്റെയും നിങ്ങളുടെയും മുഖത്തെ ദൈവം ആദരിക്കാതെ മറ്റൊരാളെ മുഖത്തെ ആദരിക്കുകയെന്ന് അകത്തു നിലകൊള്ള പ്രത്യാശയുള്ള യഹോശാഫാത്ത് പറയുകയാണ്, എന്റെ മുഖത്തെ ദൈവം ആദരിക്കുമെന്നായി മാറും. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എന്നെ തള്ളിക്കളയുന്ന രാത്രിയല്ല, എന്നെ മാറ്റിനിർത്തുന്ന രാത്രിയല്ല, എന്നെ അടിച്ചമർത്തുന്ന രാത്രിയല്ല. തള്ളപ്പെട്ട ചില കല്ലിനെ ഇന്ന് രാത്രികാലം മൂലക്കല്ലാക്കി മാറ്റി അതിന്റെ മീതെ ദൈവസഭയെ പണിയുവാൻ കരുത്തുള്ളൊരു ദൈവം ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം അകന്നിറഞ്ഞ് ആ ദൈവത്തിന് ഇന്ന് രാത്രികാലം നന്ദി കൊടുക്കുവാൻ കഴിയും? ദൈവാത്മാവിനോട് വചനത്തോടെ പറയുക, ഈ ഒരു അനുഭവമുള്ളവർ ആരൊക്കെയോ ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരെ കൈക്ക് പിടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നതിന് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ, ഇന്ന് രാത്രികാലം അടിച്ചമർത്തിയവരുടെ മുമ്പിൽ, വെട്ടിക്കളഞ്ഞവരുടെ മുമ്പിൽ ചിലരെ ഇന്ന് രാത്രികാലം മാറിക്കുന്ന രാത്രിയായി മാറട്ടെ.
ഇന്ന് രാത്രികാല യഹോശോഫാത്തിനെ ദൈവം ആദരിച്ചുവെങ്കിൽ, അവന്റെ മുഖത്തെ ദൈവം കടാക്ഷിച്ചുവെങ്കിൽ, ഈ 8-ാം മാസം 2025 8-ാം മാസവും നിന്നെ തള്ളിക്കളയുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാലം നിന്നെ പേർ ചൊല്ലി അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം നിന്റെ സ്ഥിതികളെ ദൈവാത്മാവ് മാറ്റുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാല ശൂന്യതകളെ ദൈവാത്മാവ് നിറയ്ക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാല ചിലരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ആരൊക്കെയോ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, ആരൊക്കെയോ ഒരു ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ, ആരൊക്കെയോ ആ പ്രതിസന്ധിയുടെ കടന്നു പോകുന്നവർ ഇന്ന് രാത്രികാലം ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്ന് രാത്രികാലം ചിലതിനെ ഉടച്ചു പണിയുന്ന രാത്രിയാണ്, ചിലതിനെ രൂപം മാറ്റുന്ന രാത്രിയാണ്, ചിലതിനെ ഇന്ന് രാത്രികാലം ഭംഗിയുള്ള പാത്രങ്ങളാക്കി പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. യഹോശാഫാത്തിന് 16-ാം വാക്യം പറയുകയാണ്, എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണത്തില്ല. മഴയില്ലാത്ത സമയത്ത്, കാറ്റില്ലാത്ത സമയത്ത്, കാർമേഘമില്ലാത്ത സമയത്ത് ഒരു ഭക്തനോട് ഓർക്കുക, ഭക്തൻ എലീശ പറയുകയാണ്, നിന്റെ മുഖത്തെ ദൈവം ആദരിക്കും, നിന്റെ പ്രാർത്ഥനയെ ദൈവം കാണും. പക്ഷേ പ്രത്യാശയോടെ കുഴിവെട്ടുവാൻ തയ്യാറാണോ? വിശ്വാസത്തോടെ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായ ഇന്ന് രാത്രി തിരിച്ചറിയുക, നീ വെട്ടുന്ന കുഴിക്കകത്ത് ഇന്നലെ വരെ നിന്റെ നന്മകൾ നിറഞ്ഞിട്ടില്ല എങ്കിൽ, ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ സമൃദ്ധി സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ ആദരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അവൻ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ എന്റെ കർത്താവിന്റെ രാത്രികാലം ശക്തനാണ്. ക്ഷാമകാലത്തും ക്ഷേമത്തോടെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഓർക്കുക, കുഴിവെട്ടുവാൻ പറഞ്ഞത് പർവ്വതത്തിലല്ല, മലയിലല്ല. ഓർക്കുക, കുഴിവെട്ടുവാൻ പറഞ്ഞത് പെയ്യുന്ന മഴകൾ. ഓർക്കുക, പർവ്വതത്തിന് കുഴിവെട്ടിയാൽ, ഓർക്കുക, പർവ്വതത്തിന് മുകളിൽ കുഴിവെട്ടിയ, മലയുടെ മുകളിൽ കുഴിവെട്ടിയാൽ വെള്ളം നിറയും. പക്ഷേ ഒന്ന് ഞാൻ പറയാ, നീ പർവ്വതത്തിന് മുകളിൽ കുഴിവെട്ടണ്ട, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ താഴ്വരയിൽ കുഴികൊത്തിയാല് കുന്നിന്റെ മുകളിലുള്ള നന്മ നിന്റെ അടുക്കൽ ഒഴുകിയെത്തുമെങ്കിൽ, ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, നീ പ്രതീക്ഷിക്കാത്തത്, നീ ചിന്തിക്കാത്തത് നിനക്ക് വേണ്ടി മറ്റൊരുവന്റെ കരത്തിൽ ദൈവം പകർന്നിട്ട് നിന്റെ കുഴിക്കകത്ത്, നിന്റെ കരത്തിനകത്ത്, നീ ഇരിക്കുന്ന ഇടത്തിനകത്ത് ഇന്ന് പരാതിക്കാല ചില മുറിവുകള് എന്റെ കർത്താവ് തരുവൻ ശക്തനാണെങ്കിൽ, ഇന്ന് രാത്രിക്കാരെ തിരിച്ചറിയുക, നിനക്ക് വേണ്ടി വലുത് ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. വിശ്വസിക്കണം, പ്രത്യാശയോടെ ഇരിക്കണം. ജീവിതം ഇങ്ങനെ ആയി തീർന്നുമെന്നൊരു മെഴുകുതിരി പോലെ നീ ഒഴുകി തീരുകയല്ല ചെയ്യേണ്ടത്. എന്റെ ജീവിതം ഇങ്ങനെയായി മാറി, എന്റെ കുടുംബനാഥവർക്ക് നാനാവിധം ചിന്നിപ്പോയി, എന്റെ തലമുറകൾ കാക്കയെറിഞ്ഞ കല്ലുകളെ പോലെ ചിതറിപ്പോയി എന്നുള്ള ചിന്തയോടെ താടിക്ക് കൈയെടുത്താൽ ഇരിക്കേണ്ടത് ഇന്ന് രാത്രിക്കാലം നീ ചിന്തിക്കണോ. എന്നോട് വാക്ക് പറഞ്ഞവൻ മനുഷ്യനല്ല, എന്നോട് ദൂത് പറഞ്ഞത് മനുഷ്യനല്ല. ഇന്ന് രാത്രിക്കാലം എന്റെ ദൈവം മനുഷ്യൻ വാക്ക് മാറുന്നത് പോലെ, നിയമസഭ വാക്ക് മാറുന്നത് പോലെ, മന്ത്രിസഭ വാക്ക് മാറുന്നത് പോലെ എന്റെ ദൈവം വാക്ക് മാറുന്നവനല്ല. അവൻ എന്നോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്റെ കുഴിക്കകത്ത്, ഞാൻ വെട്ടിയ കിണറിന്റെ അകത്ത്, ഞാൻ പാർക്കുന്ന പ്രോപ്പർട്ടിക്കകത്ത് ചില നന്മകൾ ഒഴുകി വരുമെന്നുള്ള അകത്തു നല്ല വിശ്വാസം ഉണ്ടാകണം.
ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രികാലം ഓർക്കുക, താഴ്വരയിൽ മഴ പെയ്തിട്ടില്ല, താഴ്വരയിൽ കാർമേഘം കണ്ടിട്ടില്ല, താഴ്വരയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാ, ഒന്നും സംഭവിച്ചില്ലെങ്കിലോ, പ്രകൃതിക്ക് മാറ്റമുണ്ടായില്ലെങ്കിലോ, ഇന്ന് രാത്രികാല വിശ്വാസത്തോടെ, ഇന്ന് രാത്രികാല കുഴികൾ വെട്ടുവാൻ തയ്യാറായ, ഇന്ന് രാത്രികാല ദൈവം പറഞ്ഞ ആലോചനകൾ സ്വീകരിക്കുവാൻ തയ്യാറായ, ഇന്ന് രാത്രികാല ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെക്കുവാൻ തയ്യാറായ, ഇന്ന് രാത്രികാലം നീ അറിയാതെ തന്നെ നിന്റെ കുഴിക്കകത്ത് ചില വെള്ളത്തെ ദൈവം നിറയ്ക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് വിശ്വസിക്കണം, അതുകൊണ്ട് അവിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് രാത്രികാലം എനിക്ക് ഗതി വന്നോ എന്നല്ല നീ ദൈവത്തോട് ചോദിക്കേണ്ടത്. ഇന്ന് രാത്രികാലം ഒരു മണ്ടനെ പോലെ, ഒരു പൊട്ടനെ പോലെ ഇന്ന് രാത്രികാലം അവന്റെ കൂടെ നീ നടന്നാൽ, അവന്റെ ഒപ്പം നീ യാത്ര ചെയ്താൽ, അവന്റെ കൂടെ ഇന്ന് രാത്രികാലം സ്റ്റെപ്പ് വെളുക്കുവാൻ തയ്യാറായാൽ, ഇന്ന് രാത്രികാലം മലമുകളിൽ പെയ്ത മഴയെ നീ ഇരിക്കുന്ന താഴ്വരയിൽ എന്റെ കർത്താവ് കൊണ്ടെത്തിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രികാലം നീ ഇരിക്കുന്ന താഴ്വര ശൂന്യതയുടെ താഴ്വരയായിരിക്കാം, കേരിത്തുതോടിന്റെ അനുഭവമാകാം, കണ്ണുനീരിന്റെ താഴ്വരയായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഇരിക്കുന്ന താഴ്വരയിൽ നീ അറിയാതെ തന്നെ ചില ഉറവകളെ ഇന്ന് രാത്രികാലം പൊട്ടി പുറപ്പെടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് യഹോശാഫാത്തിനെ പോലെ ഇന്ന് രാത്രികാലം നമ്മുടെ മുഖങ്ങളെയും ആദരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ മുഖങ്ങളെ ഇന്ന് രാത്രികാലം ആദരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതിന്റെ 17ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ കാറ്റു കാണുകയില്ല, വഴിയും കാണുകയില്ല, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആടുമാടുകളും മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ മൃഗസംഘത്തിന്റെയോ നിന്റെ നാൽക്കാലികളെ, അതുപോലെ തന്നെ നിനക്ക് തന്നിരിക്കുന്ന പറവകളെയോ ഒരുപോലെ ഇന്ന് പകലക്കാലം നിനക്ക് വേണ്ടി നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി ചില തുറവ് തരുവാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ ചോദിക്കുന്നത് നിനക്കെതിരെ അത്യന്തപരമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയുടെ പുറകിൽ, ഈ ആരാധന പുറകിൽ, ഈ വചനത്തിന്റെ പുറകിൽ ഇന്ന് രാത്രികാലം ചലിക്കുന്ന രാത്രിയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം സന്തോഷത്തോടെ മഴയും കാറ്റുമില്ലെങ്കിലും ഇന്ന് രാത്രികാലം ഈ കാണാത്ത ചില താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇന്ന് രാത്രികാലം നാം തിരിച്ചറിയണം, ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിന്മേ ഒരു നിറവിന്റെ രാത്രിയാ. ഇന്ന് രാത്രികാലം എന്നും ശൂന്യതയുടെ രാത്രിയല്ല, എന്നും പരാജയത്തിന്റെ രാത്രിയല്ല, എന്നും ചോദ്യചിഹ്നത്തിന്റെ രാത്രിയല്ല. ഇന്ന് രാത്രി തിരിച്ചറിയുക, നിന്റെ പടകിൽ കയറിയിട്ടുണ്ടെങ്കിൽ, നിന്റെ പടകിൽ യേശു ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ വീടിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാതിറങ്ങി വന്നിട്ടില്ല. അതിന്റെ പ്രവൃത്തി ചെയ്യാതെ, അതിന്റെ ഉദ്ദേശം നിവർത്തീകരിക്കാതെ എന്റെ കർത്താവ് ഇന്ന് രാത്രി മടങ്ങി പോകുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാലം നിന്റെ കണ്ണുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ, നിന്റെ ഹൃദയം കൊണ്ട് നിനക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ അധ്യായത്തെ ദൈവത്തിന് തുറക്കുവാൻ കഴിയും. ഓർക്കുക, തിരിച്ചറിയുക, ഓർക്കുക, മറ്റൊരു ദേശത്തല്ല നിനക്ക് വേണ്ടി തുറക്കുന്നത്. കോട്ടയം കളത്തിപ്പടിയില നീ പരാജയപ്പെട്ടെങ്കിൽ ട്രിവാൻഡ്രത്തല്ല നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത്. ട്രിവാൻഡ്രത്തല്ല നിന്റെ ഓർക്കുക നന്മകളെ ദൈവം വർദ്ധിപ്പിക്കുന്നത്. എവിടെയാണോ നീ തല കുനിഞ്ഞത്, എവിടെയാണോ നിന്നെ അടിച്ചമർത്തിയത്, എവിടെയാണോ നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്തത്, അവിടെ തന്നെ ചില നന്മയുടെ വനകള്, അവിടെ തന്നെ ചില മചാരൽ വനകള്, സ്വർഗീയ കവാടത്തിന്റെ ഈ നന്മകള് ഇന്ന് രാത്രികാലം നീ ഇരിക്കുന്ന ഇടത്ത് തന്നെ എന്റെ കർത്താവ് ഇന്ന് രാത്രികാലം തുറന്നു തരുന്ന രാത്രിയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, കാക്കയ്ക്കും കാക്ക കുഞ്ഞിന് ദൈവം അതാതിന്റെ ആഹാരം കൊടുക്കുന്നുവെങ്കിൽ, ബാലസംഘങ്ങൾ വിരകെട്ടാതെ വിശന്നിരിക്കുന്നുവെങ്കിൽ, യഹോവയെ അന്വേഷിക്കുന്ന ഒരു ഭക്തന് ഒരു കുറവുമില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഈ പുസ്തകം നീ മാറോട് ചേർത്ത് ഈ പുസ്തകത്തിന് മുമ്പ് നീതി പുലർത്തിയ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, ഏത് താഴ്വരയിലാണോ നീ കുഴികുത്തിയത്,
അത് ശൂന്യതയായി മാറത്തില്ല, അധ്വാന വൃഥായായി മാറത്തില്ല. അതിന്റെ പിന്നിൽ ഒരു നിറവിനെ സ്വർഗം പകരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് തിരിച്ചറിയണം, നിന്റെ പണി വൃഥായായി മാറത്തില്ല, നിന്റെ അധ്വാനം നിഷ്ഫലമായി മാറത്തില്ല, നിന്റെ ശ്രമങ്ങൾ ഓർക്ക കൂപ്പുകുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അധ്വാനങ്ങൾ ജീവിതത്തിൽ ഓർക്ക, അകത്തു വരുമ്പോൾ പുറത്തു പോകുമ്പോൾ മാവ് കുടിക്കുന്ന തൊട്ടിയും എണ്ണ പകരുന്ന ഭരണിയോ വൈനിനും ഓർക്കുക, എല്ലാ മേഖലകളിലും ദൈവത്തിനെ അനുഗ്രഹിക്കാമെന്ന് ദൈവത്തിനോട് വാക്കു പറഞ്ഞുവെങ്കിൽ ഈ 2025 8 മാസം നഷ്ടത്തിന്റെ വർഷമല്ല, ചിലതിനെ പരിശുദ്ധാത്മാവ് കുതിച്ചെഴുന്നേൽപ്പിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാലം വറ്റി വരുന്ന നന്മകള്, ഇന്ന് രാത്രികാലം ഫലിപ്പിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രികാല ശൂന്യതകള് ദൈവാത്മാവ് എടുത്തു മാറ്റുന്ന ഒരു നല്ല രാത്രിയായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. യഹോശാഫാത്തിനെ ദൈവം അനുഗ്രഹിക്കുവാൻ കാരണം രാജാവായതുകൊണ്ടല്ല, അവന്റെ നോട്ടം പ്രജകളിലേക്കല്ലായിരുന്നു, അവന്റെ നോട്ടം രാജാവായിരിക്കുന്ന കർത്താവിന്റെ മുഖത്തേക്കാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ലജ്ജിപ്പിക്കുന്ന രാത്രിയല്ല, ഇന്ന് രാത്രികാലം നിന്റെ മുഖത്തെ ആദരിക്കുന്ന രാത്രിയാണ്. യഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ച ദൈവം ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്തിരിക്കുന്ന എന്റെ നിങ്ങളുടെ മുഖത്തെ ഇന്ന് രാത്രികാലം ഓർക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം ഇവിടെ പുതുതായി കടന്നു വന്ന പ്രിയ ആന്റിയോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, പല കുഴികളും നീ വെട്ടി, പല നന്മകളും കാണാമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ഒരു പൊട്ടക്കിണർ പോലെ വറ്റി വരേണ്ട അനുഭവം. പക്ഷേ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ വേദനയെ അളക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ പണി വൃഥായായി മാറത്തില്ല, നിന്റെ വിശ്വാസം വൃഥായായി മാറത്തില്ല. ഇന്ന് രാത്രികാലം ശൂന്യ കിണറുകള്, വറ്റിപ്പോയ വെള്ളങ്ങള്, വറ്റിപ്പോയ ഉറവകള്, ഇന്ന് രാത്രികാല ചിന്തനെ ദൈവാത്മാവ് പുറത്തെടുക്കുന്ന രാത്രിയായി മാറട്ടെ. തിരിച്ചറിയുക. ഇന്ന് രാത്രികാല സാഹചര്യം അതിന് അനുകൂലമല്ല. ഓർക്ക, പ്രകൃതിയുടെ സിദ്ധാന്തമാണ്. ഓർക്ക, മഴ പെയ്യണമെങ്കിൽ ഓർക്ക, കാർമേഘങ്ങൾ ഇരുണ്ടുകൂട്, കാറ്റുകൾ വീശും, ഓർക്ക, ശരീരത്തിന് തണുപ്പുണ്ടാകും, അന്തരീക്ഷം ഉരുണ്ടുകൂടുമ്പോൾ മനസ്സിലായി പ്രകൃതിയുടെ സിദ്ധാന്തം എങ്ങനെയാണ്. പുറകെ ഒരു മഴ വരുന്നുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ കാറ്റ് കാണുന്നില്ല, ഇവിടെ നമ്മൾ കാണുന്നത് ഓർക്കുക, മറ്റൊരു പ്രശ്നങ്ങളും അവിടെ കാണുന്നില്ല, കാറ്റ് കാണുന്നില്ല, മഴയും കാണുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാ, നീ അറിയാത്ത തന്നെ സ്വർഗ്ഗം നിനക്ക് വേണ്ടി ചില ചാറൽ മഴയെ പെയ്യിക്കുക. ഇന്ന് രാത്രികാലം പെയ്തിറങ്ങുന്ന ദൈവശക്തി, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം എന്റെ മേലും നിന്റെ മേലും ഇന്ന് രാത്രികാലം അളവ് കൂടാതെ, ഇന്ന് രാത്രികാലം മുട്ടോളമല്ല, അരയോളമല്ല, നിന്നിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരാത്മ സാന്നിധ്യത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. അതുകൊണ്ട് ജീവിതത്തിന്റെ കഷ്ടങ്ങൾ, ജീവിതത്തിന്റെ ഭാരങ്ങൾ, ജീവിതത്തിന്റെ വേദനകൾ കണ്ട്, കൈപ്പേറുന്ന അനുഭവം കണ്ട് വിശ്വാസത്തിൽ തളർന്നു പോകരുത്, പ്രത്യാശയിൽ തളർന്നു പോകരുത്. അതിനെ കണ്ടുകൊണ്ടാണ് ഭക്തൻ പാടിയ ഒരു വരികളുണ്ട്, സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും നീ വേദനകൾ, സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും നീ വേദനകൾ, പോകാത്തോരോ വാഗ്ദത്തമുണ്ടേ, ആ നല്ല നാളുകൾ വേഗം വരൂ, മാറിപ്പോകാത്തോരോ വാഗ്ദത്തമുണ്ടേ, ആ നല്ല നാളുകൾ വേഗം വരൂ, സാരമില്ലായി സങ്കേതങ്ങൾ മാറിപ്പോകും വേദനകൾ,
അപ്പാ സാരമില്ലായി സങ്കീടം വേദനയിൽ കരയേണ്ട കത്തിടുന്നേ കണ്ണുനീരെല്ലാം യേശു മാറ്റിടുന്നേ കരയേണ്ട ദുഃഖത്താൽ കത്തിടുന്നേ മാറ്റിടുന്നേ സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നീരോ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിന്റെ സങ്കടങ്ങൾക്കെല്ലാം പരിഹാരം തന്നീരോ പ്രാർത്ഥന കേൾക്കുന്ന യേശുവിന്റെ സാരമില്ലായി സങ്കടങ്ങൾ മാറിപ്പോകുമീ വേദനയിൽ അപ്പാ സാരമില്ലായി സങ്കടം മാറിപ്പോകുമീ വേദനയിൽ മാറിപ്പോകാത്തൊരു വാക്യത്താവുണ്ടീനി ആ നല്ല നാളുകൾ വേഗം വരൂ മാറിപ്പോകാത്തൊരു വാക്യത്താവുണ്ടീനി ആ നല്ല വേഗം വരൂ സാരമില്ലായി സങ്കീടങ്ങൾ മാറിപ്പോകും വേദനകൾ അപ്പാ സാരമില്ലായി സങ്കീടങ്ങൾ മാറിപ്പോകും വേദനകൾ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ എന്നും വേദനകൾ, ജീവിതത്തിൽ എന്നും പരാതികൾ, ജീവിതത്തിൽ എന്നും ഓർക്കുക പരാജയമായി മാറത്തില്ല. ഓർക്കുക നമ്മൾ കാണുന്നത് യഹോശാഫാത്തിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. ഓർക്കാം, പ്രാർത്ഥിക്കുന്നവന് പ്രശ്നമില്ലെന്നല്ല പറയുന്നത്, പ്രാർത്ഥിക്കുന്നവന് രോഗമില്ലെന്നല്ല പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് ഓർക്ക് സാമ്പത്തിക ക്ലേശമില്ലെന്നല്ല പറയുന്നത്. നിന്റെ ജീവിതത്തിൽ അത് നിന്നെ വിശ്വാസത്തിലേക്ക് പിന്തിരിക്കുവാൻ അനുവദിക്കത്തില്ല. നമ്മൾ വായിച്ച വാക്യം രണ്ടാം വാക്യം അതിന്റെ മൂന്നാമത്തെ, രണ്ടാമത്തെ രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ഓർക്കുക, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന യഹോശാഫാത്തിനോട് ഓർക്കുക മത്സരിക്കുക. ആരാണ് മത്സരിച്ചത്? ആഹാബ്. ആഹാബിന്റെ ഭാര്യയുടെ പേരാണ് ഇസബേൽ. ഓർക്കുക, ദൈവം ഇല്ലാതെ, ഓർക്കുക, ദൈവനാമത്തിന് വേണ്ടി, ദൈവ രാജ്യത്തിന് വേണ്ടി, ദൈവ പ്രവർത്തിക്ക് വേണ്ടി വിരുദ്ധമായി നിൽക്കുന്നവനാണ് ആഹാബും ഇസബേലും. നമുക്കറിയാം, അതിനു മുമ്പിൽ ഒറ്റയ്ക്ക് നിന്നൊരു മനുഷ്യനാണ് ഏലിയാവ്. 850 ബാലിന്റെ പ്രവാചകന്മാർ അന്യ ആരാധനകളെ ദൈവം ഇല്ലാത്ത രാജ്യത്ത് അശേര പ്രതിഷ്ഠകളെ ഇസബേൽ എന്ന് പറയുന്ന ആഹാബിന്റെ രാജാവായിരിക്കുന്ന ഭാര്യ അന്യദേശത്തുനിന്ന് അവൻ വിവാഹം ചെയ്തുകൊണ്ട് ദേശത്ത് ബാലിന്റെ ദൈവമാണ് മഴ പെയ്യ്ക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെയുള്ള ദൈവത്തിന് വേണ്ടി നിന്ന ഇസ്രായേൽ മക്കളെ വേർതിരിച്ച് ദൈവത്തെ പിന്മാറ്റിക്കൊണ്ട് ഏലിയാവ് പറയുകയാണ്, 850 ബാലിന്റെ പ്രവാചകന്മാർ മാറി നിന്നാലും ഞാൻ ഒരുവൻ മാത്രം ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവസന്നെ നിൽക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിക്കുവാൻ തുടങ്ങി. ഒന്ന് ഞാൻ പറയാം, എത്ര വലിയ വ്യക്തി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, എത്ര വലിയ ശക്തി നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി നിനക്കെതിരെ ശക്തമായി ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തിയാൽ, ഒന്ന് ഞാൻ പറയാം, വെട്ടേണ്ടതിന് ദൈവം വെട്ടി മാറ്റത്, അകറ്റേണ്ടതിന് ദൈവം അകറ്റി മാറ്റ്, കരിക്കേണ്ടതിന് ദൈവം കരിക്കു മാറ്റ്, ആദരിക്കുന്ന മുഖത്ത് ദൈവം ആദരിക്കുവാനിടയായി മാറ്. ഇന്ന്
രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട് മനുഷ്യനോട് ഇന്ന് രാത്രിക്കാലം യുദ്ധം ചെയ്യാതെ, ഇന്ന് രാത്രിക്കാലം മനുഷ്യന്റെ വാക്കിന് നീ മറുപടി പറയാതെ, ഇന്ന് രാത്രിക്കാലം മനുഷ്യന്റെ മുമ്പിൽ മുഷ്ടി ചുരട്ടാതെ, ഇന്ന് രാത്രിക്കാല വീടിനകത്ത് പായിട്ട് കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാത്രിക്കാലം യഹോശാഫാത്തിന്റെ മുഖത്തെ ദൈവം ആദരിച്ചതുപോലെ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കുന്നവന്റെ മുഖത്തെ, ഇന്ന് രാത്രിക്കാലം കരയുന്നവന്റെ മുഖത്തെ, ഇന്ന് രാത്രിക്കാലം ദൈവത്തെ സേവിക്കുന്ന ഭവനത്തെ ഇന്ന് രാത്രിക്കാലം ആദരിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രിക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവത്തെ സേവിക്കേണ്ട രീതിയിൽ സേവിക്കുവാൻ തയ്യാറാകണം. 2 രാജാക്കന്മാരുടെ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ നമുക്ക് ഇവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാമല്ലോ. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിദ്വാൻമാരുമായി 30,000 പേരെ കൂട്ടിക്കൊണ്ട് 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരായി 30,000 പേരെ കൂട്ടിവരുത്തി 30,000 പേരെ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസ്സിയും അഖ്യൂവും ആ പുതിയ വണ്ടി തെളിയിച്ചു. കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കളത്തിങ്കലെത്തിയപ്പോൾ കാള വിരണ്ടുകൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ചെയ്ത നിമിത്തം 11-ാം വാക്യം യഹോവയുടെ പെട്ടകം നിത്യനായ ഓബേദ്ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ്ഏദോമിനെ അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. മതി. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പെട്ടകം ഇരിക്കേണ്ട വീട്ടിലിരിക്കുവാൻ തയ്യാറായപ്പോൾ 30 ലക്ഷം ജനവുമായി ദാവീദും തന്റെ കൂട്ടരും നമ്മളവിടെ കാണുന്ന ഭാഗം ഇങ്ങനെയാണ്. 3-ാമത്തെ വാക്യം, അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം. ഞാൻ ആ ഭാഗം വായിച്ചതിന്റെ പിന്നിലെ കാരണം പെട്ടകം പരിചരിക്കേണ്ട രീതിയിൽ പരിചരിച്ച, പെട്ടകം ചുമക്കേണ്ട രീതിയിൽ ചുമന്ന, പെട്ടകത്തെ ആദരിക്കേണ്ട രീതിയിൽ ആദരിച്ച ഈ പെട്ടകം ശാപമല്ല, ഈ പെട്ടകം അനുഗ്രഹമാണ്. ഈ പെട്ടകം പുതിയ നിയമത്തിൽ പറയുമ്പോൾ വിശുദ്ധ ബൈബിളാണ്. 66 പുസ്തകമായിരിക്കുന്ന പുസ്തകം നീ ചുമക്കേണ്ട രീതിയിൽ ചുമന്നാൽ ഈ പെട്ടകം ശാപമല്ല, ഈ പെട്ടകം അനുഗ്രഹമായി മാറും. ഇവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്. മറ്റൊരു വീട്ടിൽ ഈ പെട്ടകം ഇരിക്കുന്നത് കണ്ടിട്ട് ദാവീദും കൂട്ടരും 30,000 പേരുമായി ആ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി പുതിയ വണ്ടികൾ ചുമന്നു കൊണ്ടുവരികയാണ്. ഒച്ചകളും അതുപോലെ മേളങ്ങളും കൊഴുപ്പുകളും ആർപ്പാടങ്ങളും ഒക്കെ കണ്ട് കാളവിരുണ്ട് ഉസ എന്ത് ചെയ്തു? പെട്ടകം മറിഞ്ഞു പോകാതിരിക്കുക ഉസ പെട്ടകത്തെ പിടിച്ചു. പക്ഷേ ക്ഷണത്തിൽ അവൻ മരിച്ചു വീണ്. എന്തുകൊണ്ടാണ്? അവൻ ചെയ്തത് ഗുണമല്ലേ, അവൻ ചെയ്തത് അനുഗ്രഹമല്ലേ. പെട്ടകം താഴെ വീണ് ഉടഞ്ഞു പോകാതിരിക്കുക. ഉസ എന്ന് പറയുന്ന മനുഷ്യൻ പെട്ടകത്തെ പിടിച്ചതല്ലേ, അതിനെന്താണ് തെറ്റ്? പക്ഷെ ഞാനൊരു കാര്യം പറയാം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടകം വാഹനത്തിലല്ല കൊണ്ടുവരുന്നത്, കാളയെ കൊണ്ട് ഓർക്കുക, വലിപ്പിച്ചല്ല കൊണ്ടുവരുന്നത്. പെട്ടകം ചുമക്കേണ്ടത് പുരോഹിതന്മാരാണ്, അത് തോളിൽ ചുമക്കേണ്ടതാണ്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയാ. പാസ്റ്റർ ആണെങ്കിലും സെൻട്രൽ പാസ്റ്റർ ആണെങ്കിലും വിശ്വാസിയാണെങ്കിലും ദൈവ മുഖം നോക്കുന്നവനല്ല, പ്രമാണം ഇട്ട് കടിച്ചാൽ ഇന്ന് രാത്രിക്കാലം മുഖം നോക്കാതെ ഇരുവായ്ത്തലിലുള്ള വാള് ഇന്ന് രാത്രി ഈ ആരാധന പുറകെ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഒരുവിന് പെട്ടകം ജീവഹാനി വരുത്തിയപ്പോൾ, ഒരുവിന് പെട്ടകം അവന്റെ ആയുസ്സിനെ വെട്ടുമാറ്റിയപ്പോൾ, ഓബേദ്ഏദോമിന്റെ വീടിനകത്ത് ഈ പെട്ടകം 3 മാസം ഇരുന്നപ്പോൾ ആ പെട്ടകം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ, ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ഈ പെട്ടകത്തെ സേവിക്കേണ്ട രീതിയിൽ സേവിച്ച
സ്നേഹിച്ച, ഈ ദൈവത്തെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിച്ച, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നീ ആരാധിച്ച, ഇന്ന് രാത്രികാലോ ഇത് ശാപത്തിന്റെ പെട്ടകമല്ല, ഇതൊരു അനുഗ്രഹത്തിന്റെ പെട്ടകമാണ്. ഓർക്കുക, കാളവിരണ്ടു പുരോഹിതന്മാർ തോളി ചുമക്കേണ്ട പെട്ടകം. ഓർക്കുക, ചുമക്കാൻ ഓർക്കുക. മുമ്പോട്ട് വരുവാൻ ജനമില്ലാതെ നിൽക്കുമ്പോൾ പെട്ടകത്തിന് വേണ്ടി നെറ്റിയും ചങ്ങും കൊടുത്ത് നിൽക്കുവാൻ പുരോഹിതന്മാർ പുറകോട്ട് മാറിയപ്പോ ന്യൂ ജനറേഷൻ ഓർക്കുക, പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നപ്പോ കാളക്കറിയത്തില്ല തലയ്ക്ക് മീതെ ഇരിക്കുന്നത് പെട്ടകമെന്ന്. പക്ഷേ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ പെട്ടകത്തോട്, ഈ ദൈവ സാന്നിധ്യത്തോട്, ദൈവത്തോട് ഇന്ന് രാത്രികാലം അടുത്തു വരണമെങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കുകയോ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രികാലം അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവേ തന്നെ താൻ വിവേചിക്കാഞ്ഞാൽ നിത്യരോഗികളായി മാറോ, ബലഹീനരായി മാറോ, നിദ്രകൾ കൊള്ളപ്പെടുമെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുക, പെട്ടകത്തെ ലാഘവത്തോടെ കാണുവാനിടയായി മാറി. ഇന്ന് രാത്രി തിരിച്ചറിയാം, ഒരു കളിക്കളത്തിൽ ഇരിക്കുന്ന ലാഘവത്തോടിരിക്കാതെ സിനിമാശാലയിൽ കാലറിലിരുന്ന് പടം കാണുന്നത് പോലെ വീട്ടിലിരുന്ന് ഇന്ന് രാത്രിക്കാലം കുഞ്ഞുങ്ങളുമായി ഇന്ന് രാത്രിക്കാലം കഥ പറയുന്നവരെ ഒരു ലാഘവത്തോടിരിക്കേണ്ട സ്ഥലമല്ല ദൈവസന്നിധി. ഇന്ന് രാത്രിക്കാലം അഗ്നിജാലക്കൊത്ത കണ്ടുള്ളവേ, മാറത്വം വെച്ച കെട്ടിയവൻ, നിലവിളക്കുന്ന നിലയങ്ങി ധരിച്ചവേ, വെള്ളോടിന്റെ സദൃശമേറിയ കാലുള്ളവേ, ഇന്ന് രാത്രിക്കാലം ഈ ആരാധനക്കകത്ത് അവൻ ഇന്ന് രാത്രിക്കാലം കൊണ്ടിട്ടുണ്ട്. അവന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിക്കാലോ ബഹുമാനത്തോടെ ഇരിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി തിരിച്ചറിയുക, ഉസ്സ കൈനീട്ടി പിടിച്ചു, ക്ഷണത്തിൽ അവൻ മരിച്ചു വീണു. ഇത് ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഈ പെട്ടകം എന്റെ നാട്ടിൽ വേണ്ട, ഈ പെട്ടകം ഇസ്രായേൽ ഗൃഹത്തിലേക്ക് വേണ്ട, ഈ പെട്ടകം ഞങ്ങളുടെ നാട്ടിനകത്തേക്ക് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈ പെട്ടകത്തെ സ്വീകരിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോ ഓബേദാം എന്ന് പറഞ്ഞ മനുഷ്യന് ആ പെട്ടകം സന്തോഷത്തോടെ സ്വീകരിച്ചു. കാളയുടെ പുറത്തല്ല തച്ചുമെന്നത്, താൻ അത് തോളിച്ചുമെന്ന് തന്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷേ ഒന്ന് ഞാൻ പറയാ, ഓർക്ക, ചാണകമെഴുകിയ വീടിനകത്ത് ഈ പെട്ടകം 3 ദിവസം ഇരുന്നപ്പോൾ തന്റെ കുടുംബത്തെയോ ആ ദേശത്തെയും ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആരാധനയ്ക്ക് നീ മുൻസ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്താൽ, ഇന്ന് രാത്രിക്കാലം നീ ജീവിതത്തിൽ ഓർക്കുക, നന്മയിൽ നിന്ന് കീഴോട്ടല്ല വരുന്നത്, ശൂന്യത നിങ്ങൾ ഇന്ന് രാത്രിക്കാലോ നിന്നെ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആ പെട്ടകം ഇന്ന് രാത്രിക്കാലം എന്റെ വീട്ടിൽ വരണം, എന്റെ ജോലി സ്ഥലത്ത് വരണം, എന്റെ ബിസിനസിനകത്ത് വരണം, എന്റെ ദേശത്തിനകത്ത് വരണം, എന്റെ തലമുറയിൽ ആ പെട്ടകം ഇന്ന് രാത്രിക്കാലം കൈമാറുവാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അവരിൽ മേൽ ഇന്ന് രാത്രിക്കാലോ ചില വിടുതലുകളെ ദൈവാത്മാവ് വെളിപ്പെടുത്തുവാനിടയായി മാറും. പക്ഷേ ഓർക്കുക, ദാവീദ് പറഞ്ഞു, ഈ പെട്ടകം എന്റെ നാട്ടിൽ വേണ്ട, ഈ പെട്ടകം എന്റെ വീട്ടിൽ വേണ്ട. പക്ഷേ 11-ാം അധ്യായത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ പെട്ടകം ദീത്യനായ ഓബേദ്-ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓർക്കുക, യഹോവ ഓബേദ്-ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇത് അറിഞ്ഞ ദാവീദ് പറയുകയാണ്, ആ പെട്ടകം ആ കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ, ആ കുടുംബത്തിലെ ദാരിദ്ര്യത്തെ എടുത്തു മാറ്റിയെങ്കിൽ, അവരുടെ സാഹചര്യത്തിന് ഒരു മാറ്റം വന്നുവെങ്കിൽ ദാവീദ് പറയുകയാണ്, ആ പെട്ടകം എന്റെ രാജ്യത്തിൽ വരണോ, ആ പെട്ടകം എന്റെ വീട്ടിൽ വരണോ. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് രാത്രിക്കാലം ആകെ കണ്ട് ഇന്ന് രാത്രിക്കാലം തുറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ആ വെളിപ്പാട് ആർക്കെങ്കിലും ഇന്ന് രാത്രിക്കാലം ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ആ പെട്ടകത്തോടാകലേണ്ട രാത്രിയല്ല, ഇന്ന് രാത്രിക്കാലം അടുത്തു വരേണ്ട രാത്രിയാണ്. ഇന്ന് രാത്രികാലം ആ പെട്ടകത്തോട് നീതി പുലർത്തുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? 66 പുസ്തകമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ഇന്ന് രാത്രി കലമാരൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ? ഏതൊക്കെ മാതാപിതാക്കൾ ഈ പുസ്തകം ചുമന്നിട്ടുണ്ടോ? അവരുടെ തലമുറകൾ, അവരുടെ കൊച്ചുമക്കൾ കടൽ കടന്ന് രാജ്യത്തിന്റെ അറ്റത്തോളം ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം അവർ കടക്കാരനല്ല,
രാത്രികാലോ നമ്മളെ ഓർക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ദാവീദിന് തിരിച്ചറിവ് വന്നപ്പോൾ മനസ്സിലായി, ഇത് ക്രമീകരിക്കാതെ ഈ പെട്ടകത്തെ തൊടുമ്പോൾ ഒരുവൻ മരിച്ചു വീണപ്പോൾ അതേ പെട്ടകത്തിന് മുമ്പ് നീതി പുലർത്തിയവന് ആ പെട്ടകം അനുഗ്രഹമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് രാത്രികാല കുബേർ നിൽക്കാത്തവൻ ഇത് പരാജയം എന്ന് പറയുമ്പോൾ, വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവൻ ഇത് ശാപം എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രികാലം അവനെ കാൽക്കലിരുന്ന് കരയുന്ന ഭക്തന്മാർക്കറിയാം ഈ പെട്ടകം ശാപമല്ല. ഈ പെട്ടകം ഏതൊക്കെ വീട്ടിൽ കയറിയിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിനകത്ത് ചരിത്രം മാറ്റി കുറിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയണോ? ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രികാലം ഈ കളത്തിപ്പടിയിൽ ഇന്ന് രാത്രികാലം കൂടി വന്ന് നിങ്ങളെ ആരാധിക്കുവാൻ കാരണം ഈ പെട്ടകം കൈ കിട്ടിയത നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറിയത്. ഈ പുസ്തകം വീട്ടിൽ കയറിയതാണ് നമ്മുടെ തലമുറയ്ക്ക് മാറ്റമുണ്ടായത്. ഈ പുസ്തകവും ഈ ആരാധന നമ്മുടെ പട്ടണത്തിൽ ഉയർന്നതാണ് കോട്ടയത്തിന് സ്ഥിതി മാറിയത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഈ പെട്ടകം നിന്നെ തളർത്തുന്നതല്ല. ഈ പെട്ടകം ഇന്ന് രാത്രിക്കാൽ നിന്നെ പുറകോട്ട് കൊണ്ടുപോകുന്നതല്ല. ഈ പെട്ടകം നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികളെ എടുത്തു മാറ്റുവാനിടയായി മാറും. അതുകൊണ്ട് തിരിച്ചറിയണം, ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ഭയങ്കരമാണ്. ഓബേദോമിന്റെ വീടിനകത്ത് ഈ പെട്ടകം 3 മാസം ഇരുന്നു. ആ പെട്ടകത്തിനകത്ത്, ആ വീടിനകത്ത് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഓർക്കുക, ഒരുവൻ പെട്ടകത്തിന് മൂസായി എന്ന് പറഞ്ഞ മനുഷ്യൻ പെട്ടകത്തിന് മുമ്പിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ഓർക്കുക, വിശുദ്ധിയില്ല, വേർപാടില്ല, പ്രമാണം ഓർക്കുക, തോളി ചുമക്കുന്ന പെട്ടകം ഓർക്കുക, പുതിയ ഓർക്കുക, കാളവണ്ടിക്കകത്ത് ഓർക്ക പെട്ടകത്തെ എഴുന്നള്ളിച്ചു വരുമ്പോൾ ദൈവം കോപം ക്ഷണത്തിൽ വീഴുന്നു. പക്ഷേ അതേ പെട്ടകത്തെ പരിപാലിക്കേണ്ട രീതി പരിപാലിക്കുവാൻ തുടങ്ങിയപ്പോൾ, ആ പെട്ടകത്തെ ചുമക്കേണ്ട രീതിയിൽ ചുമക്കുവാൻ തുടങ്ങിയപ്പോൾ, ആ ദൈവത്തെ ഭയപ്പെടേണ്ട രീതി ഭയപ്പെടുവാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെങ്കിൽ. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ആ ദൈവത്തോട് നീതി പുലർത്തിയ ഒന്ന് ഞാൻ പറയാ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന നന്മകൾ നിന്റെ തലമുറയിലൂടെ നീ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നീ ദൈവത്തിന് വേണ്ടി നിന്നത്. ദൈവം ഇന്ന് രാത്രികാലം ഓർത്ത് നിനക്ക് വേണ്ടി യെഹോശാഫാത്തിന്റെ യെഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ചതുപോലെ എന്റെയും നിങ്ങളുടെ മുഖത്തെയും ദൈവം ആദരിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ച് എന്റെ സമയം ഇവിടെ അവസാനിക്കുവാനായല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ വായിക്കാമല്ലോ. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 വാക്യങ്ങൾ വേഗത്തിൽ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശപ്പുള്ളവന് ഈ താല്പര്യം കാണിക്കും. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം, എന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വിചാരമല്ല, നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല. ഓർക്കുക, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് മനുഷ്യർ. പ്രത്യേകിച്ച് മലയാളികൾ വലിയ വലിയ സ്വപ്നങ്ങളാണ്. പക്ഷേ ഒന്ന് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവമല്ല ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യമാകേണ്ടത്, ദൈവിക പദ്ധതികളാണ് നമ്മൾ യാഥാർത്ഥ്യമാകേണ്ടത്. ഓർക്കുക, വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഭാഗം എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? വായിച്ചാൽ ഒന്നുകൂടെ വായിച്ചാൽ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിലുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് വേണ്ടി ഇന്ന് രാത്രികാലം കരുതുന്ന ഒരു ദൈവമുണ്ട്. അപ്പൻ കരുതിയില്ലെങ്കിലോ, അമ്മ സ്നേഹിച്ചില്ലെങ്കിലോ, രക്തബന്ധങ്ങൾ കൂടെ നിന്നില്ലെങ്കിലോ, ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുന്നതിനെ കാട്ടി, നാം ഇന്ന് രാത്രി പ്ലാൻ ഇടുന്നതിനെ കാട്ടി, നാം കണക്ക് കൂട്ടുന്നതിനെ കാട്ടി നമുക്ക് വേണ്ടി നമ്മെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഈ ലോകത്തിലെ അപ്പനും അമ്മയും മരിച്ചു പോയാലോ മരിക്കാത്ത ഒരു അപ്പ് നമുക്ക് മീതെ, തലയ്ക്ക് മീതെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം, നമ്മൾ അനാഥ കുട്ടികളല്ല. ഇന്ന് രാത്രികാലം നമുക്കൊരപ്പനുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രികാലം നമ്മളെ ഉപേക്ഷിക്കുന്ന രാത്രിയല്ല. ഇന്ന് രാത്രികാലം വഴിയില്ലാത്ത ഇടത്ത്, ഇന്ന് രാത്രികാല സാഹചര്യമില്ലാത്ത ഇടത്ത്, എല്ലാ
വഴികളും അടയുന്ന ഇടത്ത് ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി പുതിയ വഴിയെ വെട്ടി തുറക്കുവാൻ, പുതിയ പാതയെ നിനക്ക് രൂപപ്പെടുത്തുവാൻ, ഇന്നലെ ആരും സഞ്ചരിക്കാത്ത മറ്റൊരു വഴി നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രികാല ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. രോഗമില്ലാഞ്ഞത് കൊണ്ടല്ല, സാമ്പത്തിക ക്ലേശമില്ലാഞ്ഞത് കൊണ്ടല്ല, ഒറ്റപ്പെടിയില്ലാഞ്ഞത് കൊണ്ടല്ല. ഇതൊക്കെ ജീവിതത്തിലുള്ളപ്പോഴും ഓർക്ക, ദൈവമില്ലായിരുന്നുവെങ്കിൽ 100 ഗ്രാം ഇച്ചക്കൊപ്പിൽ ജീവിതം അവസാനിച്ചത്, 1.5 കോടി കയറിൽ ജീവിതം അവസാനിച്ചത്, പ്രൈവറ്റ് ട്രാക്കിന്റെ പാലത്തിൽ തലവെച്ച് ലോകത്തിൽ നിന്ന് വിട്ടുപോയത്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ ജീവിക്കുവാൻ അകത്ത് കൊതിയുള്ളത് എനിക്ക് വേണ്ടി രാപ്പനുണ്ട്. എന്റെ വഴികൾ അടഞ്ഞാലോ, എന്റെ പദ്ധതികൾ അടഞ്ഞു പോയാലോ, എനിക്ക് വേണ്ടി ഒരു പുതിയ വഴിയെ തുറക്കുന്ന ഒരു നല്ല കർത്താവുണ്ടെന്നുള്ള അകത്ത് പ്രത്യാശയാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമി നിർത്തുവാനിടയായി മാറുന്നത്. അതിന്റെ 10ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചാട്ടെ. മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ തിന്മാനാഹാരം നൽകത്തക്ക ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മഞ്ഞും മഴയും ആകാശത്തുനിന്ന് പെയ്ത് കർഷകന് ഓർക്കുക കൃഷി ചെയ്യുവാനുള്ള ഒരു നല്ല നിലമാക്കി മാറ്റി കർഷകൻ അതിൽ വിതച്ച് വിളവെടുത്ത് സന്തോഷിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് ഓർക്ക പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ മടങ്ങി വരത്തില്ല. അത് അതിന്റെ പ്രവൃത്തി ചെയ്യുമെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? പ്രകൃതി അതിന്റെ സിദ്ധാന്തത്തെ കൃത്യമായി കർഷകന് വിതയ്ക്കുവാൻ ഓർക്കുക ഒരു നല്ല ഒരു മണ്ണ്, നല്ല ഒരു ഓർക്കുക നല്ലൊരു പ്രോപ്പർട്ടി, നല്ലൊരു വയല്, നല്ലൊരു ഭൂമി അവന് ഒരുക്കി കൊടുക്കണമെങ്കിൽ പ്രകൃതിയുടെ സിദ്ധാന്തം ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം അമ്മയുടെ ഉദരത്തിന് ഉരുവാകുന്നതിന് മുമ്പ് നിന്നോട് പറഞ്ഞ ആലോചനകൾ ഇന്ന് രാത്രികാലോ കാലങ്ങൾ കഴിഞ്ഞാലും ആണ്ടുകൾ കഴിഞ്ഞാലോ ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകാരം അതിനായി കാത്തിരിക്കാം. അത് വരും നിശ്ചയം താമസിക്കവേണ്ടത് പ്രവാചകൻ വചനത്തിൽ എഴുതി വെച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്റെ ദൈവം പറഞ്ഞ വാക്കുകൾ, എന്നോട് പറഞ്ഞ ആലോചനകൾ ഇന്ന് രാത്രികാലം പാഴായി മാറത്തില്ല. നിന്റെ അപ്പത്തെ ഏറിയ വെള്ളത്തിൽ എറിഞ്ഞാലോ, അത് അധികം നാൾ കഴിഞ്ഞാലോ അത് മടങ്ങി വരുമെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയുക. എനിക്കും നിങ്ങൾക്കും ഇന്ന് രാത്രികാലം ഒരു എഴുന്നേൽപ്പിന്റെ ദിനമുണ്ട്. ഒരു എഴുന്നേൽപ്പിന്റെ നല്ല ഒരു ദിനമുണ്ട്. ഒരു കൊയ്ത്തിന്റെ കാലഘട്ടമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? 10ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയോ ഞാൻ അയച്ച കാര്യങ്ങൾ സാധിപ്പിക്കുകയും ചെയ്യോ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രികാലം മന്ത്രിസഭയുടെ ഓർക്കുക, അവർ തീരുമാനിച്ച പദ്ധതികൾ അടുത്ത മന്ത്രിസഭ വരുമ്പോ അവരുടെ പദ്ധതികളെ മാറ്റിവെച്ച് അടുത്ത മന്ത്രിസഭ മറ്റൊരു പദ്ധതിയുമായി വരുമ്പോൾ അത് ഓർക്കുക, 5 വർഷം പോലും ഓർക്കുക മന്ത്രിസഭ നിലനിൽക്കുവാൻ കഴിയാതെ അത് തകർന്നുടഞ്ഞ് തരിപ്പണമായി മാറി മറ്റൊരു മന്ത്രിസഭ മറ്റൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാതെ വാക്കുകൾ മാറി മാറി പറയുമ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ ഉയർത്തുന്നത് ഒരു മന്ത്രിസഭയല്ല, ഒരു 3ാം മുന്നണിയല്ല. ഇന്ന് രാത്രികാലം ഞാൻ ഉയർത്തുന്നത് എന്നോട് പറഞ്ഞ, എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് വേണ്ടി വരാമെന്ന് വാക്ക് പറഞ്ഞ എന്റെ കർത്താവ് ഇന്ന് രാത്രികാലം വരാതിരിക്കുന്നതിന്റെ പിന്നിൽ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാത്തത്രയും കാലോ, എന്നോട് പറഞ്ഞ ആലോചന എന്റെ ജീവിതത്തിൽ ഭാവിക്കാത്തത്രയും കാലോ എന്റെ ദൈവം ഒരിക്കലും എന്നോട് അനീതി ചെയ്യുന്ന ദൈവമല്ല.
ഇന്ന് രാത്രി തിരിച്ചറിയണം. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രികാലം നമുക്ക് നല്ല ഉറപ്പുണ്ടാകണം. ഇന്ന് രാത്രികാലം എന്റെ ദൈവം എന്നോട് വാക്ക് പറഞ്ഞ മാറിപ്പോകാത്ത ദൈവമാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ദൈവത്തിന് വേണ്ടി നീ നിന്നാൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് നിൽക്കാം. നിന്റെ നല്ല പ്രായം കർത്താവിന് വേണ്ടി നീ കൊടുത്തതാണെങ്കിൽ, നിന്റെ നല്ല സമയം നീ കർത്താവിന് വേണ്ടി കൊടുത്തതാണെങ്കിൽ, ഇന്ന് രാത്രികാലം വീട്ടിലിരിക്കാതെ ദൈവത്തിന് വേണ്ടി പെട്രോൾ കത്തിച്ച് സമയങ്ങൾ ചിലവഴിച്ച് ദൈവത്തിന് വേണ്ടി നീ കൊടുത്ത നിന്റെ കഷ്ടകാലത്ത് അവൻ മാറിയിരിക്കുന്ന ദൈവമല്ല. നിന്റെ കഷ്ടകാലത്ത് അവൻ നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. അതുകൊണ്ട് തിരിച്ചറിയാ, ജീവിതത്തിന്റെ എല്ലാ കയ്പ് മേഖലകളിലും എനിക്കും നിങ്ങൾക്കും സഹായിക്കുവാൻ ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. ഹിമവും ഓർക്കുക, ഹിമം എന്ന വാക്കിനർത്ഥം മഞ്ഞെന്നാണ്. ഓർക്കുക, മഞ്ഞും മഴയും ഭൂമിയിൽ പെയ്ത് അത് ഓർക്ക ഭൂമിയെ നനച്ച് അത് കർഷകന് നല്ല ഓർക്ക കൃഷി ചെയ്യുവാൻ പാകത്തിനുള്ളൊരു നിലമാക്കി മാറ്റുവാൻ കഴിയുന്നുവെങ്കിൽ, പ്രകൃതിയുടെ സിദ്ധാന്തം എത്ര ക്ലിയർ ആയിട്ട് ചെയ്യുമെങ്കിൽ, നിന്നോട് പറഞ്ഞ നിന്നെ വീണ്ടെടുത്ത പാപത്തിൽ നിന്ന് ചേറ്റിൽ നിന്ന് ഇന്ന് രാത്രികാലം അമ്മയുടെ ഉദരത്തെ ഓർക്കുക, നീ ാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട ദൈവം, നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ച കർത്താവ് ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി വലുത് ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് നിൽക്കണം. ഇന്ന് രാത്രികാലം കർത്താവിന് വേണ്ടി നമുക്ക് ഓടണം. ഇന്ന് രാത്രികാലം സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. കസേരയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നവരെ നമുക്ക് ഒത്തിരി പേരെ നമുക്കറിയാം. പക്ഷേ ഇന്ന് രാത്രികാലം കസേരയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെയല്ല എനിക്ക് ആവശ്യം. ഇന്ന് രാത്രികാലം സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെയല്ല കർത്താവിന് ആവശ്യം. ഇന്ന് രാത്രികാലം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരെയാണ് ദൈവത്തിന് ആവശ്യം. അങ്ങനെ ഇന്ന് രാത്രികാലം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരെ ഇന്ന് രാത്രികാലം അവൻ മാനിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി ദൈവ വഴികൾ തുറക്കുവാനിടയായി മാറും. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി മാറും. യോശുവയോട് ചോദിച്ചാൽ പറയോ, വഴി ഓർക്കുക, സാധ്യതകളൊന്നുമില്ല, ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷേ എലീശ പ്രവാചകൻ പറഞ്ഞാൽ ഓർക്കുക, കുഴി കുത്താതിരിക്കുവാൻ കഴിയുമോ? ഞാൻ കുഴി കുത്തി എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ആലോചനകള് ഓർക്കുക, പ്രകൃതിയിലേക്ക് ഞാൻ നോക്കിയില്ല. ഓർക്കുക, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അവരുടെ പ്രവചനത്തെ ഞാൻ നോക്കിയില്ല. ദൈവം എന്താണോ എന്നോട് പറഞ്ഞത് അതിനൊരു മറു ചോദ്യമില്ലാതെ അത് അനുസരിക്കുവാൻ തയ്യാറായി. എലീശ പ്രവാചകനെ സൂചിക്കുന്നത് സർവശക്തനായ കർത്താവിനെയാണ്. ഇന്ന് രാത്രികാലം കർത്താവ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞ ഇന്ന് രാത്രികാലം ചിലരോട് നീ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അത് സാധിക്കുമോ, അത് നടക്കുമോ, അതെന്റെ ജീവിതത്തിൽ നടക്കുവാനുള്ള ഏതെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ നിന്റെ വിശ്വാസത്തെ തണുപ്പിക്കോ. മറ്റുള്ളവർ നടക്കുന്നില്ല എന്ന് നിന്റെ ഹൃദയത്തിനകത്ത് നിരാശയുടെ വാക്ക് പറയുമ്പോൾ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് മറ്റൊരാളോട് ചോദിക്കാതെ ഇന്ന് രാത്രികാലം വിശ്വാസത്തിന്റെ കുഴികളെ കുത്തുവാൻ തയ്യാറാണ്. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചാൽ, വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ, വിശ്വാസത്തിന് വേണ്ടി നിലവിളിക്കുവാൻ തയ്യാറായാൽ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ തുറക്കുവാൻ എന്റെ കർത്താവ് ശക്തനാ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? 850 ബാലിന്റെ പ്രവാചകന്മാർക്ക് വേണ്ടി അശേര പ്രതീക്ഷകളെ ആഹാബിന്റെ ഇസ്രവേലിന്റെ ദേശീയ ആഹാരത്തിന് മുമ്പിൽ ഓർക്കുക, 850 പ്രവാചകന്മാർ ഓർക്കുക, ഭക്ഷണത്തിന് മുമ്പിൽ ദൈവ കൃപ പിന്മാറിപ്പോയപ്പോൾ ഏലിയാവ് പറയാണ്, ഭൂരിപക്ഷം ഒന്നുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുവാൻ തയ്യാറാ. പക്ഷേ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും? ഒറ്റയ്ക്ക് നിന്നാലും ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ തീ ഇന്ന് രാത്രികാലം നിന്റെ യാഗപീഠത്തിൽ ഇറങ്ങുവാനിടയായി മാറും. അതുകൊണ്ട് തിരിച്ചറിയുക, ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകണം. ഓർക്കുക, ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകണം. ഓർക്കുക, സാഹചര്യങ്ങളെ കണ്ടല്ല ഓർക്കുക വളർച്ചയെ മനസ്സിലാക്കേണ്ടത്. മഴയില്ല, മഞ്ഞില്ല, ഒന്നുമില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, കാറ്റ് വീശുന്നില്ല, മഴ പെയ്യുന്നില്ല. പക്ഷേ ഇന്ന് രാത്രികാല ആ ഭക്തൻ എന്താണ് വിശ്വാസമുള്ളത്? എന്നോട് പറഞ്ഞത് എലീശ പ്രവാചകൻ, എന്നോട് പറഞ്ഞത് സാധാരണ മനുഷ്യനല്ല, എന്നോട് പറഞ്ഞത് എന്റെ ദൈവമാണെങ്കിൽ 100% ദൈവം അത് ചെയ്യുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്,
എത്ര പേർക്ക് ഉറപ്പുണ്ട്? കാനായിലവർക്ക് കാനാവിലെ വീട്ടിലേക്ക് ചെന്നാൽ പറയോ, ആ മനുഷ്യനോട് ചോദിച്ച് വീഞ്ഞു തീർന്നു പോയെന്ന് പറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, കൽപാത്രങ്ങളിൽ പച്ചവെള്ളം കോരിയൊഴിക്കുവാൻ. ആ മനുഷ്യൻ അനുസരിക്കുവാൻ കാരണം ഓർക്കുക, കല്യാണത്തിന് ക്ഷണിച്ച വന്ന അതിഥി പറഞ്ഞ താൻ വെള്ളം കോരില്ല, ജനപ്രതിനിധി പറഞ്ഞ വെള്ളം കോരത്തില്ല. പക്ഷേ അവൻ അനുസരിക്കുവാൻ കാരണം എന്നോട് പറഞ്ഞത് ഒരു ജനപ്രതിനിധിയല്ല, എന്നോട് പറഞ്ഞത് എന്റെ ദൈവമാണെങ്കിൽ ഞാൻ അനുസരിക്കുവാൻ തയ്യാറാകണമെങ്കിൽ പച്ചവെള്ളത്തെ ഇന്ന് രാത്രികാലം അതിനെ വീഞ്ഞാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? പാസ്റ്ററിന്റെ വാക്കിനെ നീ വലുതായി കാണാതെ, പ്രസ്ഥാനത്തിന്റെ വാക്കിനെ നീ വലുതായി കാണാതെ, ജനപ്രതിനിധിയുടെ വാക്കിനെ നീ വലുതായി കാണാതെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്കിനെ നീ വലുതായി കാണുവാൻ തയ്യാറായ, ദൈവത്തിന്റെ വാക്കിന് ഇന്ന് രാത്രികാലം മുൻസ്ഥാനം കൊടുക്കുവാൻ തയ്യാറായ, ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി അവൻ ചെറുതല്ല ചെയ്യുന്നത്. നിനക്ക് വേണ്ടി ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതുമാകുന്ന പുതിയ വഴികള്, പുതിയ പദ്ധതികള് ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി അവൻ വലുത് ചെയ്യുവാൻ എന്റെ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. അബ്രഹാമിന്റെ കാലത്ത് ദൈവം അബ്രഹാമിനെ ഉപയോഗിച്ചു, മോശയുടെ കാലത്ത് ദൈവം മോശയെ ഉപയോഗിച്ചു, ഏലിയാവിന്റെ കാലത്ത് ദൈവം ഏലിയാവിനെ ഉപയോഗിച്ചു, ഇസ്ഹാക്കിന്റെ കാലത്ത് ദൈവം ഇസ്ഹാക്കിനെ ഉപയോഗിച്ചു. ഈ 2025 നിന്റെ കാലഘട്ടമാണ്, നിന്റെ വീടിന്റെ കാലഘട്ടമാണ്, നിന്റെ തലമുറകൾ പുറത്തു വരേണ്ട കാലഘട്ടമാണ്, നിന്റെ സഭ ഉണരേണ്ട കാലഘട്ടമാണ്. ഈ ദിവസം ബിസിനസ്സിന്, കൃഷി മേഖലകൾ, ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടേണ്ട വർഷമാണ്. അതുകൊണ്ട് ഈ ദിനത്തിങ്കൽ തിരിച്ചറിയുക, നിനക്ക് വേണ്ടി ചില ഉറവുകളെ ദൈവം തുറക്കുവാൻ എന്റെ കർത്താവ് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ രാത്രികാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട്? എത്ര പേർക്ക് നല്ല പ്രത്യാശയുണ്ട്? 100-ാമത്തെ വയസ്സിൽ മുടി നരയ്ക്കുമ്പോൾ, 100-ാമത്തെ വയസ്സിൽ കണ്ണിന് കാഴ്ച കുറയുമ്പോൾ, 100-ാമത്തെ വയസ്സിൽ ചെവിക്ക് കേൾവി നിലയ്ക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുമെന്ന് അബ്രഹാമിന് തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രിക്ക് പ്രായം കണ്ട് നീ അളക്കരുത്. സാഹചര്യങ്ങൾ കടന്നുപോയി, പ്രായം കടന്നുപോയി, സാധ്യതകളെല്ലാം അടഞ്ഞുവെന്ന് പറഞ്ഞ് ഇന്ന് രാത്രിക്കാലം നിരാശയോടെ ഇരിക്കുന്ന രാത്രിയല്ല. ഇന്ന് രാത്രിക്കാലം നിന്റെ മുടി നരച്ചാല്, കണ്ണിന്റെ ഇന്ന് രാത്രിക്കാലം കാഴ്ച നഷ്ടപ്പെട്ടാല്, ചെവിയുടെ കേൾവി വാങ്ങിപ്പോയാല് വാഗ്ദത്തം ചെറുതായി മാറത്തില്ല. സാഹചര്യം ഇന്ന് രാത്രിക്കാലം അടയത്തില്ല. ഇന്ന് രാത്രിക്കാലം നിന്റെ പ്രായമല്ലേ കൂടിപ്പോയത്, നിന്റെ വഴികളല്ലേ അടഞ്ഞത്, നിനക്കുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടത്. പക്ഷേ ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രിക്കാലം എനിക്ക് നിറവേറ്റാതിരിക്കുവാൻ കഴിയത്തില്ല. ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയുക, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവൻ നിറവേറ്റുക തന്നെ ചെയ്യോ. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രിക്കാലം യഹോശാഫാത്തിനെ പോലെ എന്റെ മുഖത്തെ ദൈവം ആദരിക്കുമെങ്കിൽ, യഹോശാഫാത്തിന്റെ മുഖത്തെ ദൈവം ആദരിച്ചുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് രാത്രിക്കാലം എന്റെ മുഖത്തെ ആദരിക്കുന്ന, എന്റെ കുടുംബത്തോട് കരുണ തോന്നുന്ന, എന്റെ വിഷയത്തിന്മേൽ ഇന്ന് മകളെക്കാൾ ചില വിടുതലയക്കുന്ന, എന്റെ സാഹചര്യത്തെ എടുത്തു മാറ്റുന്ന, ഇന്ന് രാത്രിക്കാലം തിന്മയെ ഇന്ന് രാത്രിക്കാലം നന്മയാക്കി മാറ്റുന്ന, ഇന്ന് രാത്രിക്കാലം വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന, ഇന്ന് രാത്രിക്കാലം വിലാപത്തിന്റെ രട്ടിനെ ഇന്ന് രാത്രിക്കാലം അഴിച്ചു മാറ്റുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രികാലം ഈ ആരാധനയിൽ കടന്നു വന്നിട്ടുണ്ട്. എത്ര പേർക്ക് നല്ല പ്രത്യാശയുണ്ട്? എത്ര പേർക്ക് നല്ല ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാത്രികാല വലിയ ഇന്ന് രാത്രികാല ഹൃദയത്തിനകത്ത് വാഞ്ചയുണ്ട്? ഇന്ന് രാത്രികാലം അടയപ്പെട്ടതിനെയല്ല ഞാൻ കാണുന്നത്. ഇന്ന് രാത്രികാലം എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വഴിയെ ഞാൻ കാണുക. ഇന്ന് രാത്രികാലം ഇന്നലകള് എന്റെ മുമ്പിൽ ഉയർന്ന കരങ്ങളിലൊക്കെ, എന്റെ മുമ്പിൽ ഉയർന്ന കരങ്ങളൊക്കെ, കുറ്റി ചുരട്ടിയ കരങ്ങളൊക്കെ എന്നെ കാണിച്ചു തരാമെന്ന് എനിക്ക് നേരെ ആക്രോശിച്ച ചില കരത്തെയല്ല ഞാൻ കാണുന്നത്. ഇന്ന് രാത്രികാലം എനിക്ക് മുമ്പേ പോകുന്നവൻ, ഇന്ന് രാത്രികാലം എല്ലാത്തിനെ തകർക്കുവാൻ അധികാരമുള്ളവനെയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ കെടുത്തി
വരുത്തുവാനുള്ള അധികാരം തന്ന കർത്താവ് ഇന്ന് രാത്രികാലം ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലം അല്പസമയം എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. അല്പസമയം ഇന്ന് രാത്രികാലം ആത്മാവിൽ ഇന്ന് രാത്രികാലം അല്പസമയം കാരങ്ങൾ തട്ടി ആധാരങ്ങൾ തുറന്ന് ഇന്ന് രാത്രികാലം അല്പസമയം നമ്മൾ ആരാധിക്കുവാൻ പോകുക. പാട്ടുപാടുമ്പോൾ മാത്രമല്ല ആരാധന തുടങ്ങുന്നത്. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് എന്റെ വചനത്തെ എന്റെ ധ്യാനത്തിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം വചനം സംസാരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ചില ജനത്തിന് ഇന്ന് രാത്രികാലം അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം പകരുന്ന രാത്രിയായി മാറട്ടെ. അലറുന്ന സിംഹം പോലെ ആരെ വിനകേട് നമ്മളോടാടി സഞ്ചരിക്കുന്ന ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ ശക്തിയാ. ഇന്ന് രാത്രികാലം വഴിയിൽ തടുക്കുന്നവർ ഇന്ന് രാത്രികാലം മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് രാത്രികാലം ചില ദുരാത്മ ശക്തികൾ ഇന്ന് രാത്രികാലം വീട് വിട്ടു മാറുന്ന രാത്രിയായി മാറുക. ഇന്ന് രാത്രികാലം ദൈവവചനത്തോടെ ശുശ്രൂഷിക്കുമ്പോൾ അന്യാരുടെ കോട്ടകൾ ഇന്ന് രാത്രികാലം പൊളിയുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി കാല വിശ്വാസത്തോടെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മധ്യത്തിൽ ഇന്ന് രാത്രി കാല മനസ്സോടെ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണോ, എന്റെ പണി പാഴായി മാറത്തില്ല, ഞാൻ വെട്ടിയ കുഴികൾ പൊട്ടക്കിണറായി മാറത്തില്ല. ഇന്ന് രാത്രി കാലം എത്ര പേർക്ക് ബോധ്യമുണ്ട്? അബ്രഹാമിനെ ഓർക്കുക, ജോലിക്കാരായിരിക്കുന്ന ആട്ടിടയമാർ ഓർക്കുക, അവർ മരുഭൂമിയിൽ ഓർക്കുക, അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടി അവർ കിണറുകൾ കുത്തി ഓർക്കുക, അവർ കുടിച്ചു. പക്ഷേ ഓർക്ക ദാഹമുള്ള സമയത്തൊക്കെ അബ്രഹാമിനെ ജോലിക്കാർ മരുഭൂമി വന്ന് ആ കിണറ്റിന് വെള്ളം കോരി കൊടുക്കുക. പക്ഷേ ഓർക്കുക, അവർക്കെതിരെ അബ്രഹാമിന് എതിരായി നിൽക്കുന്ന ചില വ്യക്തികൾ ഓർക്കുക, അവന്റെ കിണറുകൾ ഓർക്ക മണ്ണിട്ട് മൂടി. പക്ഷേ എനിക്കിത് സംഭവിച്ചു എന്നല്ല മക്കൾ ചിന്തിച്ചത്. കൊച്ചുമക്കൾ ഓർക്ക മൂടിയ കിണറിനെ കുത്തി തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ബോധ്യമുണ്ട്? മാതാപിതാക്കൾ കൊയ്തെടുക്കുവാൻ കഴിയാത്തത്, മാതാപിതാക്കൾ പ്രാപിക്കുവാൻ കഴിയാത്ത ചില നന്മകളെ ശത്രു മണ്ണിട്ട് കൂടിയെങ്കിൽ ഇന്ന് രാത്രികാലം അതിന്റെ മക്കൾ കൊച്ചുമക്കൾ ഇന്ന് രാത്രികാലം കുത്തി തുറക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം അണയപ്പെട്ട ഉറവുകള് ഇന്ന് രാത്രികാലം അതിനെ അണയപ്പെട്ട കല്ലുകള് ഉരുട്ടി മാറ്റുന്ന ഒരു രാത്രിയായി മാറുവാൻ ആത്മസാന്നിധ്യം ഇന്ന് രാത്രികാലം ചൊരിയുന്ന രാത്രിയായി മാറുവാൻ ഒരു വലിയൊരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനാ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രികാല വചനത്തിന്റെ ഏടുകളിൽ കർത്താവേ, ഞങ്ങൾക്ക് ചിന്തിപ്പാൻ സ്വർഗം നൽകിയ നല്ല അവസരങ്ങൾക്കാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾ വിശ്വസിക്കുന്ന മുഖത്തെ ദൈവം ആദരിച്ചതുപോലെ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന തന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ പ്രയത്നങ്ങൾ നിഷ്ഫലമായി മാറരുത്, ഞങ്ങളുടെ ശ്രമങ്ങൾ പരാജയമായി മാറരുത്. വിശ്വാസത്തോടെ ഞങ്ങൾ ചില കർത്താവ് കുഴികൾ ഞങ്ങൾ വെട്ടുകയ. ഇന്ന് രാത്രികാലം ഈ കളത്തിപ്പുഴ ദേശത്ത് ഞങ്ങൾ വിശ്വാസത്തോടെ ഈ ആരാധന ഇവിടെ തുടങ്ങിയിരിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഈ ശൂന്യതയ്ക്കകത്ത് ചില ദുർവകൾ ദൈവം നൽകാമെന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കും. വീടിനകത്ത് കർത്താവ് 3 മാസം കർത്താവേ പെട്ടകം വരുന്നപ്പോ ആ പെട്ടകം കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട് ആ പെട്ടകത്തിലുള്ളവരും ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ കർത്താവേ ഈ ദൈവ സാന്നിധ്യത്തിന് കീഴിൽ ഞങ്ങൾ കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ കടഭാരമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെയെല്ലാം കുടഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കർത്താവേ ഒരു വലിയൊരു മുൻപാട് ഞങ്ങൾക്ക് വേണ്ടി പെയ്തിറങ്ങുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുക. നിന്റെ ജനത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ടിന്റെ വരികൾ പാടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ അർപ്പിച്ച് സന്തോഷത്തോടെ പ്രത്യാശയോടെ വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിടുക എന്നുള്ള മനോഹരമാകുന്ന പാട്ടിന്റെ വരികൾ പാടി കരങ്ങളെ ചേർത്തടിച്ച് അല്പസമയ ദൈവത്തെ ആരാധിച്ച സന്തോഷത്തോടെ നാം എല്ലാം മടങ്ങി പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പാട്ടിന്റെ വരികൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാമല്ലോ.
കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കടന്നേടാൻ പാടുന്നില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കടന്നേടാൻ പാടുന്നില്ലാതെ അകത്തു പുറത്തു മറ്റേടാൻ വന്നപ്പോ രക്ഷിച്ച നാവിനെ സ്തുതിച്ചിടുക അകത്തു പുറത്തു മറ്റേടാൻ വന്നപ്പോ രക്ഷിച്ച നാവിനെ സ്തുതിച്ചിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക പച്ചപ്പുറേറുകേറുകയാവോ ആലിക്കാവോ താനെഴുതിന പച്ചപ്പുറേറുകേറുകയാവോ ആലിക്കാവോ താനെഴുതിന മനതിനേശുവെ മാർഗിരിക്കോ അതേയും ഞാൻ ദൂഷിച്ചില്ല മനതിനേശുവെ മാർഗിരിക്കോ അതേയും ഞാൻ ദൂഷിച്ചില്ല വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക നിശാനപോലെ അടിച്ചുയർത്തോ അടകു തകർന്നു തോന്നിയപ്പോ നിശാനപോലെ അടിച്ചുയർത്തോ അടകു തകർന്നു തോന്നിയപ്പോ ജയം കണ്ടേ ജഗത്തേ സ്തുതിച്ചിരുന്ന ജയം കണ്ടേ ജഗത്തേ സ്തുതിച്ചിരുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക ഉയർത്തിടുക നിന്റെ ഭാരതപ്പോ ഒന്ന് താഴ്പേരുന്ന ചെയ്തില്ലേ നിന്റെ ഭാരതപ്പോ ഒന്ന് താഴ്പേരുന്ന ചെയ്തില്ലേ കട്ടിയ കണ്ണിനെ കോട്ടിയ നാടിനെ നിർത്തി ഓർക്കുന്ന സ്തുതിച്ചിരുക കട്ടിയ കണ്ണിനെ കോട്ടിയ നാടിനെ നിർത്തി ഓർക്കുന്ന സ്തുതിച്ചിരുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കാടുന്നേടാൻ പാടുന്നില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കാടുന്നേടാൻ പാടുന്നില്ലാതെ അകത്ത് പുറത്തു മറ്റേടുക വന്നപ്പോ രക്ഷിച്ച നാവിനെ സ്തുതിച്ചിടുക അകത്ത് പുറത്തു മറ്റേടുക വന്നപ്പോ രക്ഷിച്ച നാവിനെ സ്തുതിച്ചിടുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിടുക സ്തുതിച്ചാട്ടിടുക അവന്റെ നാമം ഉയർത്തിടുക കണ്ട വിശ്വനെ കാണുകയില്ല കൃഷ്ണവിനെ വരികയില്ല കണ്ട വിശ്വനെ കാണുകയില്ല കൃഷ്ണവിനെ വരികയില്ല ഓ ബാബലിന്റെ കൂടാരത്തിൽ അടുക്കേല ഓ ബാബലിന്റെ കൂടാരത്തിൽ അടുക്കേല നിന്റെ കാലുകളിലറിയില്ല നിന്റെ കാലുകളിലറിയില്ല നിന്റെ കാലുകളിലറിയില്ല നിന്റെ കാലുകളിലറിയില്ല
ഓ ചെങ്കടലിൽ പിളർന്നു വഴി നടത്തൂ കണ്ടായി പിളർന്നു മാറൂ ചെങ്കടലിൽ പിളർന്നു വഴി നടത്തൂ കണ്ടായി പിളർന്നു മാറൂ യേശുവിൻ നാമത്തിൽ ആദരിന്റെ കൂടാരത്തിൽ അടുത്തില്ല ആദരിന്റെ കൂടാരത്തിൽ അടുത്തില്ല കാലുകളിലില്ല 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 ഓടുകയിൽ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല ശാപങ്ങളിൽ നിന്നെ താഴ്ത്തുകയില്ല ഓടുകയിൽ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല ശാപങ്ങളിൽ നിന്നെ താഴ്ത്തുകയില്ല ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല രക്ഷണങ്ങൾ ഇസ്രായേലിൽ കേൾക്കുകയില്ല ഓ ആഭിചാരം യാക്കോബിന് ആദമിന്റെ കൂടാരത്തിൽ അടുക്കില്ല ആദമിന്റെ കൂടാരത്തിൽ അടുക്കില്ല ഇത് കാലുകൾ ഇടറുകില്ല ഇത് കാലുകൾ ഇടറുകില്ല ഇത് കാലുകൾ ഇടറുകില്ല ഇത് കാലുകൾ ഇടറുകില്ല നായകനെ കൂടെയുള്ളപ്പോൾ ആരുഷങ്ങൾ നിന്നെ തൊടുകയില്ല ഓ സൈന്യത്തിന്റെ നായകനെ കൂടെയുള്ളപ്പോൾ ആരുഷശക്തികൾ നിന്നെ തൊടുകയില്ല ഓ വാദത്തിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ഓ വാദത്തിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്റെ കാലുകൾ ഇടറുകില്ല 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 യേശുവിന്റെ നാമത്തിൽ വഴി മാറുന്നതായി മാറട്ടെ. രാത്രിയായി മാറട്ടെ. ഇടിഞ്ഞു വീണ രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമം ഇന്ന് രാത്രികാലം ഉയർത്തുന്ന രാത്രിയായി മാറട്ടെ.
യേശുവിന്റെ നാമം ഇന്ന് രാത്രികാലം ആത്മീയ രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ഇന്ന് രാത്രി കാലം യഹോശാഫാത്തിന്റെ മുഖത്തെ ദൈവം ആദരിച്ചതുപോലെ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന, ദൈവമുഖത്തേക്ക് നോക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച എന്റെയും നിങ്ങളുടെയും മുഖത്തെ ആദരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് രാത്രികാലം ഭക്തൻ പറയുന്നത് പോലെ ചെങ്കടലും മാറും, നദികൾ മാറും. ഇന്ന് രാത്രികാലം ഗോപുരത്തിന്റെ മതിലിന്റെ അടിത്തറയെ ദൈവം ഇളക്കും. ഒറ്റ കാര്യമാണ്, യേശുവിന്റെ നാമം ആർപ്പിടുമ്പോൾ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ നാമത്തിലും മീതെ ഉള്ള നാമം, എല്ലാ മുഴക്കാലം ആ നാമത്തിന് മുമ്പിൽ മുടങ്ങുമെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ആദ്യകാലം ഉപയോഗിച്ച് പാമ്പുകളെയും തെളുകളെയോ ശത്രുവിന്റെ സകല ബലത്തെയോ യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ചവിട്ടി മെതിക്കുന്നുവെന്ന് ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ നാമത്തെ ഇന്ന് രാത്രികാലം അധികാരത്തോടെ ഇന്ന് രാത്രികാലം ഉയർത്തിപ്പിടിക്കുവാൻ കഴിയും. നിന്റെ രാത്രികാലം രാത്രിയിലെ ഭയത്തെയോ പകൽ പറക്കുന്ന അശ്രദ്ധയോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ നിനക്ക് പേടിക്കാനില്ല. ആർക്കാണ് ഇന്ന് രാത്രികാലം അവന്റെ നാമം അതരത്തെ ഇന്ന് രാത്രി ഇന്ന് ഉരുവിടുന്നവർക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രികാല രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവ് ഈ നാമം ആദരത്തിലില്ലാത്തവർ ഭയപ്പെടുമ്പോൾ ഇന്ന് രാത്രികാലം ആ നാമം ആദരത്തിലുള്ളവർക്ക് ഇന്ന് രാത്രികാലം അവർക്ക് മനസ്സിലാകും. സിംഹത്തിന് മേലും അതിനുമേലും നിങ്ങൾ ചവിട്ടു, മാനസിംഹത്തെയും പെരുമാവിനെ ഗതിച്ചു കളയുമെങ്കിൽ ഇന്ന് രാത്രികാലം അത്യുന്നതന്റെ മറവിൽ വസിച്ചുകൊണ്ട് സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർത്തുകൊണ്ട് ഇന്ന് രാത്രികാലം വേഗത്തിന്റെ കീഴിൽ സ്വർഗ്ഗം നമ്മളെ മറയ്ക്കുവാൻ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കുവാൻ, ദൈവ കൃപയുടെ മറവിൽ സ്വർഗ്ഗം നമ്മളെ മറച്ചു പിടിക്കുവാൻ നാം എല്ലാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രത്യാശയോടെ നാം ആയിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ജോമോനച്ചാൻ ശതമുയർത്തി പ്രാർത്ഥിക്കും.
സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്ന് രാത്രികാലം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ജനത്തിന് മേലും അവർക്ക് കൊടുത്തിരിക്കുന്ന ഭൗതിക ആത്മീയ നന്മയുടെ മേലും ഭൂമിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ മേലും ദൈവമക്കളുടെ മേലും ഇന്നു മുതൽ കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരിയിരിക്കുമാറാകണമേ. ആമേ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേ. സമാധാനത്തോടെ കടന്നു പോകാം. സ്വർഗ്ഗം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.